ഉണരു നീ വചനമേ, ഉണരു നീ നാദമായി, ഉണരു നീ വചനമേ, ഉണരു നീ ജീവനായി, ഉണരു നീ. ഹല്ലേലൂയ. വലതുകരം ഉയർത്തി ഒന്ന് പറഞ്ഞേ ഹല്ലേലൂയ. വിശ്വാസത്തോടും അഭിഷേകത്തോടും കൂടെ പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. മനസ്സ് തുറന്ന് ക്ഷമിക്കാനുള്ള കൃപ രണ്ടുപേരിൽ കർത്താവ് കൊടുക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. വിദേശത്ത് ജോലി ചെയ്യുന്ന ഒരു കുടുംബത്തെക്കുറിച്ച് ആകുലപ്പെട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മകളുടെ കണ്ണുനീര് കർത്താവ് ഒപ്പുന്ന ദിശ കാണിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇരിക്കാം. സഭാപ്രസംഗന്റെ പുസ്തകം അതിൻ്റെ 7-ാം അധ്യായം ഇപ്രകാരം വായിക്കുന്നു. 29-ാമത്തെ തിരുവചനം ഇപ്രകാരം വായിക്കുന്നു. 27-28-ാമത്തെ വാക്യം പ്രകാരം വായിക്കുന്നു. ആയിരത്തിലൊരുവനെ ഞാൻ പുരുഷനായി കണ്ടു, എന്നാൽ ഒരുവളെയും സ്ത്രീയായി കണ്ടില്ല. ഞാൻ കണ്ടത് ഇതാണ്: ദൈവം മനുഷ്യനെ സരളഹൃദയനായി സൃഷ്ടിച്ചു, എന്നാൽ അവൻ്റെ സങ്കീർണ പ്രശ്നങ്ങൾ അവൻ്റെ തന്നെ സൃഷ്ടിയാണ്. ഹല്ലേലൂയ. സഭാപ്രസംഗകൻ 7:28. പ്രിയപ്പെട്ടവരെ, മനുഷ്യനെ ദൈവം സരളഹൃദയനായി സൃഷ്ടിച്ചു, എന്നാൽ അവൻ്റെ സങ്കീർണമായ പ്രശ്നങ്ങൾ അവൻ്റെ തന്നെ സൃഷ്ടിയാണ്, ദൈവത്തിൻ്റെ സൃഷ്ടിയല്ല. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അവൻ്റെ തന്നെ സൃഷ്ടിയാണ്. കർത്താവിനോട് നമ്മൾ ഓരോ കാര്യങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ, പ്രിയമുള്ള ദൈവജനമേ, പലതിനും നമുക്ക് ഉത്തരം കിട്ടാത്തതിന് കാരണം ഇതാണ്: നമ്മളുടെ തന്നെ സൃഷ്ടിയാണ് നമ്മുടെ പല സങ്കീർണമായ പ്രശ്നങ്ങളും. എന്നാൽ മനുഷ്യനെ ദൈവം സരളഹൃദയനായിട്ട് സൃഷ്ടിച്ചു. പ്രശ്നങ്ങൾ അത്രയും നിസ്സാരമല്ല, സങ്കീർണമാണ്. ദൈവത്തിൻ്റെ വലിയ കരുണയാണ് ഈ സങ്കീർണമായ പ്രശ്നങ്ങളെ സോൾവ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള കൃപ ദൈവം നമ്മൾക്ക് തരുന്നുണ്ട് ഓരോ ദിവസവും. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കരുത് നിങ്ങളുടെ പ്രാർത്ഥനകളെല്ലാം നിങ്ങളുടെ നിയോഗത്തിലേക്ക് കർത്താവ് വരവ് വയ്ക്കുന്നു എന്ന് നിങ്ങൾ ചിന്തിക്കരുത്. നിങ്ങളുടെ പ്രാർത്ഥനകളിൽ 80% കർത്താവ് സ്വീകരിക്കുന്നത് ഇന്നത്തെ പ്രശ്നങ്ങൾ സോൾവ് ചെയ്യാൻ, നിങ്ങളെ ബലപ്പെടുത്താൻ നിങ്ങളുടെ പ്രാർത്ഥനകളെ ദൈവം സ്വീകരിക്കുന്നുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് നിങ്ങൾ ഫേസ് ചെയ്യേണ്ട കുറേ പ്രശ്നങ്ങളുണ്ട്, അതത് ദിവസത്തെ പ്രശ്നങ്ങൾ. നിങ്ങളുടെ പ്രാർത്ഥനകളിൽ നിങ്ങൾ പല നിയോഗങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നുണ്ടാകാം, പല ഇൻറ്റൻഷൻസ് ഉണ്ടാകാം, പലരുടെ പ്രാർത്ഥന സഹായങ്ങളുണ്ടാകാം. ഇതെല്ലാം നിങ്ങൾ സമർപ്പിച്ച നിയോഗത്തിലേക്ക് തന്നെ കറക്റ്റായിട്ട് ഉന്നം തെറ്റാതെ ആ പ്രാർത്ഥന ചെന്ന് നിൽക്കുന്നുണ്ട് എന്ന് ചിന്തിക്കരുത്. കാരണം പല കാര്യങ്ങൾ പറഞ്ഞ് ദൈവം നിങ്ങളെ കൊണ്ട് പ്രാർത്ഥിപ്പിക്കുന്നു എന്നേ ഉള്ളൂ. പക്ഷേ ആ പ്രാർത്ഥനകളുടെ ഔട്ട്പുട്ട് ദൈവം തീരുമാനിക്കും എവിടെ കിട്ടണമെന്ന്. ഹല്ലേലൂയ. ദൈവം നിങ്ങളെ ഒരുക്കുകയാണ്, ബലപ്പെടുത്തുകയാണ്. ഓരോ പ്രാർത്ഥനകൾ വഴി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങളെ ബലപ്പെടുത്തും. ഇന്നിൻ്റെ പ്രശ്നങ്ങൾ തീരാൻ ഇന്നലത്തെ അഭിഷേകം കൊണ്ട് നടക്കില്ല. ഇന്നലെ എനിക്കൊരു അഭിഷേകം ഉണ്ടായിരുന്നു, ആ അഭിഷേകം കൊണ്ട് എൻ്റെ ഇന്നത്തെ പ്രശ്നം സോൾവ് ചെയ്യാൻ പറ്റില്ല. ഇന്നത്തെ പ്രശ്നങ്ങൾക്ക് എൻ്റെ ദൈവത്തിൽ നിന്ന് എന്നിലേക്ക് പുറപ്പെടുന്ന പുതിയ സ്നേഹം എനിക്ക് ആവശ്യമുണ്ട്. ആ പുതിയ സ്നേഹത്താൽ മാത്രമാണ് ഇന്നിൻ്റെ പ്രശ്നങ്ങൾ എനിക്ക് സോൾവ് ചെയ്യാൻ പറ്റുള്ളൂ. ഓരോ ദിവസത്തേക്കാണ് അഭിഷേകത്തെ കർത്താവ് നമുക്ക് തരുന്നത്, പരിശുദ്ധാത്മാവിനെ നമുക്ക് നൽകുന്നത്. ഇന്നിൻ്റെ കെട്ടഴിക്കാൻ ഇന്നിൻ്റെ അഭിഷേകം വേണം. ഇന്നലെ ഞാൻ ഒത്തിരി പ്രാർത്ഥിച്ചിട്ടുണ്ട്, അതുകൊണ്ട് ഇന്ന് റെസ്റ്റ് എടുക്കാൻ പറ്റില്ല പ്രിയപ്പെട്ടവരെ. ഇന്നലെ ഞാൻ ഒത്തിരി വില കൊടുത്തു, ഇന്ന് അതുകൊണ്ട് വില കുറച്ചേ കൊടുക്കുന്നു, പറ്റില്ല. ദൈവം അതത് ദിവസവും ദൈവം നിനക്ക് വേണ്ടി സൂര്യനെ ഉദിപ്പിക്കുന്നുണ്ടെങ്കിൽ, അതത് ദിവസം ദൈവം നിനക്ക് വേണ്ടി പ്രകൃതിയെ നിയന്ത്രിക്കുന്നുണ്ടെങ്കിൽ, നീ ദൈവത്തിന് കൊടുക്കാനുള്ളത് വിഹിതം മാറ്റിവെക്കാൻ പറ്റില്ല. കർത്താവിന് വിശന്നു. കർത്താവ് ദരിദ്രനായിരുന്നു, അവൻ രോഗിയായിരുന്നു, അവൻ നഗ്നനായിരുന്നു, അവൻ കാരാഗൃഹവാസിയായിരുന്നു, പരദേശിയായിരുന്നു. ഇതെല്ലാം എൻ്റെ പ്രാർത്ഥനയുടെ വിഷയങ്ങളാണ്. ഞാൻ സന്ദർശിക്കേണ്ട വ്യക്തിത്വങ്ങളല്ല എൻ്റെ പ്രാർത്ഥനയുടെ വിഷയങ്ങൾ. ഞാൻ എന്നാണ് ഈശോ പറഞ്ഞത്, ഈ ചെറിയവരിൽ ഒരുവനെ നിങ്ങൾ കാണുന്നതിനോടൊപ്പം തന്നെ ക്രിസ്തുവിനെ കാണണം. കർത്താവ് എൻ്റെ മുന്നിൽ വന്ന് നിൽക്കുമ്പോൾ
യേശുവിനെ ഞാൻ രോഗിയാക്കി എങ്ങനെ? എൻ്റെ പാപം മൂലം. കർത്താവിനെ ഞാൻ പരദേശിയാക്കി. എന്തുകൊണ്ടാണ്? ഞാൻ അവനെ പുറത്താക്കി. കർത്താവിനെ ഞാൻ നഗ്നനാക്കി എന്നിൽ പ്രവർത്തിക്കുന്ന സെക്ഷൽ സ്പിരിറ്റ് മൂലം. കർത്താവിനെ ഞാൻ ഏതെല്ലാം തരത്തിലേക്കാക്കിയോ ഞാനാണ്. നമ്മൾ ആ വചനം കേൾക്കുമ്പോൾ നമ്മൾ ചിന്തിക്കുന്നത് എന്താ? ഈ അവസ്ഥയിലായിരിക്കുന്ന കുറേ പേരെ ശുശ്രൂഷിക്കുമ്പോൾ കർത്താവിനെ ശുശ്രൂഷിച്ചു, അതൊരു വശം മാത്രമാണ്. അതിന് മറുവശമുണ്ട്. ഞാനാണ് ഈശോയെ ഈ വിധത്തിലാക്കുന്നത്. കർത്താവിനെ പരദേശിയാക്കിയതും രോഗിയാക്കിയതും നഗ്നനാക്കിയതും കാരാഗ്രഹത്തിൽ അടച്ചുപൂട്ടി അവൻ ഇടിവിച്ചതും ഞാനാണ്, എന്നിലാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവിനെ പരദേശിയാക്കാൻ എനിക്ക് പറ്റും, അവനെ നഗ്നനാക്കാൻ എനിക്ക് പറ്റും. ഞാൻ വ്യഭിചാരം ചെയ്താൽ മതി. അവനെ കാരാഗ്രഹത്തിൽ അടക്കാൻ എനിക്ക് പറ്റും, ഞാൻ പ്രാർത്ഥിക്കാതിരുന്നാൽ മതി. അടച്ചുപൂട്ടിയിടാൻ പറ്റും എൻ്റെ തമ്പുരാനെ എനിക്ക്. അവനെ രോഗിയാക്കാൻ എനിക്ക് പറ്റും, എൻ്റെ ശരീരത്തെ ഞാൻ മിസ്യൂസ് ചെയ്താൽ മതി. പ്രിയപ്പെട്ട ദൈവജനമേ, ഈശോയെ എന്താക്കുന്നുവോ അതാണ് ഈശോ നിന്നെ മഹത്വപ്പെടുത്താൻ ഉപയോഗിക്കുന്ന പ്രാർത്ഥന. ഈശോയെ നിനക്ക് എന്തുമാക്കാം. ഈശോയെ നിനക്ക് ആക്കാൻ പറ്റുന്നത് എന്താണോ അതാണ് നിനക്ക് തിരിച്ചു കിട്ടുന്നത്. നീ ഈശോയെ രൂപപ്പെടുത്തണം നിന്നിൽ. നീ ഈശോയെ നിന്നിൽ രൂപപ്പെടുത്തുന്നതാണ് അവൻ നിനക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന കൃപ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അതാണ് ഈശോ പറഞ്ഞത്, മറ്റുള്ളവർ നിന്നോട് എങ്ങനെ പെരുമാറണമെന്ന് നീ ആഗ്രഹിക്കുന്നുവോ അത് നീ അവർക്ക് കൊടുക്കണം. മറ്റുള്ളവർ പ്രിയമുള്ളവരത് ഈശോ തന്നെയാണ്. മറ്റുള്ളവരെല്ലാം ഈശോ തന്നെയാണ്, മറ്റാരുമല്ല, കർത്താവിനെ തന്നെയാണ്. ഈശോയെ ഞാൻ രൂപപ്പെടുത്തണം. ഈശോയെ ഞാൻ സ്വദേശിയാക്കണം പരദേശിയിൽ നിന്ന്. ഈശോയെ ഞാൻ സ്വതന്ത്രനാക്കണം കാരാഗ്രഹത്തിൽ നിന്ന്. ഈശോയെ ഞാൻ സുഖപ്പെടുത്തണം രോഗാവസ്ഥയിൽ നിന്ന്. ഈശോയ്ക്ക് ഞാൻ കൊടുക്കാൻ പറ്റുന്ന എല്ലാം കൊടുക്കണം. അതെല്ലാം എന്നിൽ ഞാൻ ചെയ്താൽ മതി. ഇതാണ് ഞാൻ ഇന്നലെ എടുത്ത ക്ലാസ്. വിശ്വാസം ഉണ്ടാകണം കർത്താവിന് എന്നെ, എന്നാൽ അവൻ എൻ്റെ ഉള്ളിൽ വസിക്കാൻ പറ്റുള്ളൂ. എൻ്റെ ഈശോയ്ക്ക് എന്നെ വിശ്വാസം ഉണ്ടെങ്കിലല്ലേ എൻ്റെ ഉള്ളിൽ അവന് വസിക്കാൻ പറ്റും. അല്ലെങ്കിൽ അവൻ എൻ്റെ ഉള്ളിൽ വസിക്കാൻ പറ്റുമോ? പറ്റില്ല. കാരണം അവനെ ഞാൻ ക്രൂശിക്കുമെന്നുണ്ടെങ്കിൽ അവൻ എങ്ങനെ എൻ്റെ ഉള്ളിൽ വസിക്കും? ഞാൻ പാപം ചെയ്യുമെങ്കിൽ അവൻ എങ്ങനെ എൻ്റെ ഉള്ളിൽ വസിക്കും? ഈശോയ്ക്ക് എൻ്റെ ഉള്ളിൽ വസിക്കണമെന്നുള്ളത് അവൻ്റെ ആഗ്രഹമാണ്. ഈശോ എൻ്റെ ഉള്ളിൽ വസിക്കണമെന്നുള്ളത് എൻ്റെ അവകാശമാണ്. പ്രിയപ്പെട്ട ദൈവജനമേ, ഇത് തീരുമാനിക്കേണ്ട തമ്പുരാനാണ്. എന്നെ അവന് വിശ്വാസം ഉണ്ടാവണം, ഞാൻ അവനെ ദ്രോഹിക്കില്ല എന്നൊരു വിശ്വാസം അവൻ എന്നിലുണ്ടെങ്കിലേ അവൻ എന്നിൽ വസിക്കുകയുള്ളൂ. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മൾ കുറേ പ്രാർത്ഥിച്ചാലൊന്നും വിശ്വം വരത്തില്ല. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രാർത്ഥനയുടെ ശക്തിയെ തിരിച്ചറിയാൻ പറ്റുന്നത് എങ്ങനെയാണെന്നറിയോ? അതിനുശേഷമുള്ള നമ്മുടെ ജീവിതത്തിൽ നിന്ന് മറ്റുള്ളവരോടുള്ള പെരുമാറ്റത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എൻ്റെ പ്രാർത്ഥന കറക്റ്റ് ഉന്നം തെറ്റാതെ എത്തേണ്ടടുത്ത് എത്തി എന്നുള്ളത്. അതിലൂടെ മാത്രമേ മനസ്സിലാക്കാൻ പറ്റൂ. നിങ്ങൾ ഒത്തിരി ധ്യാനം കൂടി നടക്കരുത്. ദൈവത്തെ ഓർത്ത് ഒരുപാട് ധ്യാനങ്ങൾ കൂടുന്തോറും അറിവ് കൂടും, അത് നിങ്ങൾക്ക് ബാധ്യതയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അറിവ് കൂടുന്തോറും ഉത്തരവാദിത്വം കൂടുക. ഞാനിപ്പോൾ ഇവിടെ തരുന്നത് കംപ്ലീറ്റ് ഞാനല്ല, പരിശുദ്ധാത്മാവ് എന്നിലൂടെ തരുന്ന കംപ്ലീറ്റ് അറിവാണ്. ഇത് നിങ്ങൾ ചെയ്തില്ലെങ്കിൽ നിങ്ങൾ ദൈവത്തിന് കണക്ക് കൊടുക്കേണ്ടി വരും. ഞാൻ ആ രീതിയിൽ കെട്ടിയിട്ടിട്ട് ധ്യാനിപ്പിക്കുകയുള്ളൂ. നിങ്ങളത് ദൈവത്തിന് കണക്ക് കൊടുക്കേണ്ടി വരും. ഉത്തരവാദിത്വമാണ്. ഇതിപ്പോൾ നിങ്ങൾ ഇന്നലെ വരെ നിങ്ങൾക്ക് പറയാം എനിക്കറിയില്ലായിരുന്നു നിശ്ചയം, പക്ഷേ ഇന്നു മുതൽ നിങ്ങൾക്കത് പറയാൻ പറ്റില്ല. ഞാൻ അറിഞ്ഞില്ല എന്ന് ദൈവത്തോട് പറയാൻ പറ്റില്ല, അറിഞ്ഞു, നന്നായിട്ട് അറിയിച്ചിട്ടുണ്ട് കാര്യങ്ങൾ. അപ്പോൾ അതുകൊണ്ട് നിങ്ങളിത് ഈശോയെ സ്നേഹിക്കുക എന്നുള്ളതിനേക്കാൾ ഈശോ നിങ്ങളെ സ്നേഹിക്കുക എന്നുള്ളതാണ്. ഈശോയെ നിങ്ങൾ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ അവൻ്റെ കൽപ്പന പാലിക്കും, അത്രേ ഉള്ളൂ. അവൻ്റെ കൽപ്പന പാലിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ ഈശോയെ സ്നേഹിക്കുന്നില്ല. നിങ്ങൾ അഭിനയിക്കുക, പറ്റിക്കുക, കർത്താവിനെ ചതിക്കുക. നമ്മൾ ഈശോയെ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ അവൻ്റെ കൽപ്പന പാലിക്കുക എന്നുള്ളതാണ്. അവനെ സ്നേഹിക്കാൻ ഡയറക്റ്റ് അവനെ കാണാൻ നമുക്ക് പറ്റുന്നില്ല. പിന്നെ എന്താ? അവൻ തന്നതിനെ സ്നേഹിക്കുക. അവൻ തന്നത് എന്താണ്? കൽപ്പനയാണ്. ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ പരസ്പരം സ്നേഹിക്കുക. ഈ കൽപ്പനയാണ് അവൻ തന്നത്, അതിനെ സ്നേഹിക്കുക. കൽപ്പനയെ സ്നേഹിക്കുക എന്ന് പറയുന്നത് ഈശോയെ സ്നേഹിക്കുക എന്നുള്ളതാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാനെൻ്റെ അപ്പനെ കാണുന്നു, കാരണം എൻ്റെ അപ്പൻ എന്നെ ജനിപ്പിച്ചു, എന്നെ വളർത്തി, എന്നെ ഈ ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചു. അതുകൊണ്ട് ഞാൻ എൻ്റെ അപ്പനെ കണ്ടു, തിരിച്ചറിഞ്ഞു. എൻ്റെ അപ്പനൊരു പെട്ടെന്നൊരു ദിവസം മരിച്ചു. ഞാൻ എൻ്റെ അപ്പനെ കാണുന്നില്ല. അപ്പോഴും അപ്പൻ എന്താണെന്നുള്ളതിനെക്കുറിച്ച് വ്യക്തമായിട്ടുള്ളൊരു ബോധ്യം എനിക്കുണ്ട്. അതുകൊണ്ട് അപ്പന് വേണ്ടി ഞാൻ എന്തെല്ലാം ചെയ്യാൻ പറ്റുമോ ആ ആത്മാവിന് വേണ്ടി ഞാനത് ചെയ്യുന്നുണ്ട്. അതിനെ നമ്മളൊരു പേരിട്ട് വിളിക്കും കടമയെന്ന്. പ്രിയമുള്ള ദൈവജനമേ, ദൈവത്തോടൊരു കടപ്പാടുണ്ട്. കടമ എന്നുള്ളതിനേക്കാൾ ഒരു കടപ്പാട് ദൈവത്തോടുണ്ട്. എന്നെ വഴി നടത്തുകയല്ലേ അവൻ, എന്നെ കൊണ്ടു കിടക്കുകയല്ലേ അവൻ. അവന് വിശന്നാൽ ഞാൻ അവനെ തീറ്റിപ്പോറ്റണം. കർത്താവിന് വിശന്നാൽ ഞാൻ അവനെ തീറ്റിപ്പോറ്റണമെങ്കിൽ ഞാൻ ഉപവസിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവിന് വിശന്നാൽ ഞാൻ അവനെ തീറ്റിപ്പോറ്റണമെങ്കിൽ ഞാൻ ഉപവസിക്കണം. ഞാൻ ഉപവസിക്കുമ്പോൾ ഞാൻ ദൈവത്തിന് ഭക്ഷണം കൊടുക്കുകയാണ് ചെയ്യുന്നത്. എൻ്റെ ഫിസിക്കൽ ബോഡിയെ പട്ടിണിക്കിടുമ്പോൾ കർത്താവ് എന്ന് പറയുന്ന സ്പിരിച്വൽ ബോഡിക്ക് ഞാൻ കൊടുക്കുന്ന ഭക്ഷണമാണത്.
അതുകൊണ്ടാണ് ഉപവാസത്തിന് ഇത്രയും ബലം ഉള്ളത് പ്രിയപ്പെട്ടവർ. ഉപവാസം അത്രത്തോളം സ്ട്രോങ് ആകുന്നതും പൈശാചിക ശക്തികൾ ഉപവാസത്തെ വെറുക്കുന്നതും അതുകൊണ്ടാണ്. ഉള്ളിലുള്ള സ്പിരിച്വൽ ബോഡി ആക്റ്റീവ് ആകണമെങ്കിൽ ഫിസിക്കൽ ബോഡിയെ തളർത്തിയിട്ടാൽ മതി. ഞാൻ ഇന്നലെ 3 ലോകങ്ങളെ പറ്റി പറഞ്ഞു, അത് നമ്മളിൽ തന്നെ ഉള്ളതാണ്. അതിനെക്കുറിച്ച് നമ്മളിപ്പോൾ കേൾക്കാൻ പോകുന്നത് വിശ്വാസത്തിൻ്റെ ശക്തി. മർക്കോസിൻ്റെ സുവിശേഷം 11-ാം അധ്യായം 20 മുതലുള്ള തിരുവചനങ്ങൾ. മർക്കോസ് 11:20 മുതലുള്ള തിരുവചനങ്ങൾ. അതിൽ പ്രകാരം പറയുന്നു, അവർ രാവിലെ അത്തിമരത്തിൻ്റെ സമീപത്തൂടെ കടന്നു പോകുമ്പോൾ അത് സമൂലം ഉണങ്ങിപ്പോയിരിക്കുന്നത് കണ്ടു. അപ്പോൾ പത്രോസ് അവനെ അനുസ്മരിപ്പിച്ചു, ഗുരോ, നോക്കൂ, നീ ശപിച്ച അത്തിമരം ഉണങ്ങിപ്പോയിരിക്കുന്നു. യേശു പ്രതിവചിച്ചു, ദൈവത്തിൽ വിശ്വസിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവ് അത്തിമരത്തെ ശപിച്ചു. കാരണം അത്തിപ്പഴത്തിൻ്റെ കാലമല്ലാതിരുന്നിട്ടും അത്തിപ്പഴം ചോദിച്ചപ്പോൾ അത്തിമരത്തിന് കൊടുക്കാൻ പറ്റിയില്ല. അതുകൊണ്ട് കർത്താവ് ശപിച്ചു. പ്രതികൂല സാഹചര്യങ്ങളിൽ നിങ്ങൾ ദൈവത്തെ ആരാധിക്കണം. നിങ്ങൾക്ക് സമയമില്ലാത്തപ്പോൾ നിങ്ങൾ ദൈവത്തെ വിളിക്കണം. നിങ്ങൾക്ക് വിശക്കുമ്പോൾ നിങ്ങൾ ഭക്ഷിക്കരുത്. നിങ്ങൾക്ക് ഉറക്കം വരുമ്പോൾ നിങ്ങൾ കിടക്കരുത്, ദൈവത്തിന് കൊടുക്കണം. ഇങ്ങനെ പ്രതികൂലാവസ്ഥയിൽ ദൈവം നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന ആരാധനയ്ക്ക് ദൈവത്തിൻ്റെ സന്നിധിയിൽ റാങ്ക് കൂടുതൽ കിട്ടും നമുക്ക്. ഹല്ലേലൂയ, ഹല്ലേലൂയ. എനിക്ക് വിശക്കുന്നില്ല, അതുകൊണ്ട് ഞാനിന്ന് ഉപവസിക്കാമെന്ന് പറഞ്ഞാൽ അത് ദൈവസന്നിധിയിൽ സ്വീകാര്യമല്ല. എനിക്കിപ്പോൾ ധാരാളം സമയമുണ്ട്, അതുകൊണ്ട് പ്രാർത്ഥിക്കാം, അതും ദൈവസന്നിധിയിൽ സ്വീകാര്യമല്ല. നല്ല തിരക്കുള്ളപ്പോൾ നീ പ്രാർത്ഥിക്കണം. നിനക്കൊട്ടും സമയമില്ലാത്തപ്പോൾ നീ ദൈവത്തിൻ്റെ മുമ്പിലിരിക്കണം. നിനക്ക് നന്നായിട്ട് വിശക്കുമ്പോൾ നീ ഉപവസിക്കണം. നിനക്ക് നന്നായിട്ട് ഉറക്കം വരുമ്പോൾ നീ ഉണർന്നിരിക്കണം. ഇപ്പോൾ നല്ല ചാൻസാണ്. നീ ഉണർന്നിരുന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. വചനം കേൾക്കുമ്പോൾ പോലും ഇത് ചെയ്യാൻ പറ്റുന്നില്ല, പിന്നെയാണ് ഉറക്കം വരുമ്പോൾ. വചനം കേൾക്കുമ്പോൾ പോലും ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കാൻ നമുക്ക് പറ്റുമോ? പറ്റുന്നില്ല. എന്നാൽ പിന്നെ ഒന്ന് വിചാരിക്കാം, ഞാൻ സൈഡിലോട്ട് മാറി ഒന്ന് എഴുന്നേറ്റ് നിൽക്കാം. ചെയ്യില്ല, ഉറങ്ങേ ഉള്ളൂ. കാരണം ശരീരത്തെ തൃപ്തിപ്പെടുത്താനാണ് മനുഷ്യൻ ആഗ്രഹം. ശരീരത്തെ തൃപ്തിപ്പെടുത്തരുത്. ശരീരത്തെ തൃപ്തിപ്പെടുത്തുന്നിടത്ത് ദൈവം അതൃപ്തി രേഖപ്പെടുത്തും. പ്രിയപ്പെട്ടവരെ, ശരീരത്തിനോട് നോ പറയണം. വലിയ ബുദ്ധിമുട്ടാണ്, എളുപ്പമല്ല. ശരീരത്തിനോട് നോ പറയണം. ഇന്നലെ രാത്രി ഞാനിവിടെ ഏറ്റവും അവസാനത്തെ ആളെ കണ്ട് ഇവിടെ നിന്ന് പോയപ്പോൾ 12:45 തോന്നുന്നു, 12:30 1 മണിയായി തോന്നുന്നു. ആ സമയത്താണ് പോയത്. അതിനുശേഷം പിന്നെ എന്ത് കിടക്കാനാണ്, പിന്നെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. പിന്നെ നേരം വെളുത്ത് ഇങ്ങോട്ട് പോന്നു. നമുക്ക് കിടന്ന് ഉറങ്ങാൻ വേണമെങ്കിൽ. അപ്പോൾ ഈശോ എഴുന്നേറ്റിരിക്കണ്ടേ? നമ്മൾ എഴുന്നേറ്റിരുന്നാൽ ഈശോയ്ക്ക് ഉറങ്ങാൻ പറ്റുള്ളൂ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ ഉറക്കാൻ നമ്മൾ ഉണർന്നിരുന്ന് പ്രാർത്ഥിച്ചാൽ മതി. അതല്ലെങ്കിൽ നമ്മളെ ഉറക്കാൻ ഈശോ ഉണർന്നിരിക്കേണ്ടി വരും. അത് കർത്താവിന് ബുദ്ധിമുട്ടാണ്. നമ്മൾ ഈശോയെ ബുദ്ധിമുട്ടിക്കരുത്. ഈശോയ്ക്ക് വിശക്കണമെങ്കിൽ നമ്മളവനെ ഭക്ഷണം കൊടുക്കാൻ നിങ്ങൾ ഉപവസിച്ചാൽ മതി. കർത്താവിന് കിട്ടാവുന്ന ഏറ്റവും ബെസ്റ്റ് ഫുഡാണത്. നിങ്ങൾ കൊടുക്കുക, കർത്താവിനെ തീറ്റിപ്പോറ്റുക. നമ്മൾ വിശക്കുമ്പോൾ ഈശോയോട് പറയാം, കർത്താവ് നിനക്കുള്ള ഭോജനം ഞാൻ വിളമ്പിയിട്ടുണ്ട്. ഈശോയോട് പറയാൻ പറ്റണം. ഈ രീതിയിൽ ഈശോയെ സ്നേഹിക്കണം. ഈ രീതിയിൽ ഈശോയെ സ്നേഹിക്കണം. അതാണ് ഈശോ പറയാം, എനിക്ക് വിശന്നു, നിങ്ങളെനിക്ക് ഭക്ഷിക്കാൻ തന്നോ. അതാണ് ഉപവാസം. അതാണ് കൂടെ വസിക്കുന്ന അവസ്ഥ, സഹവാസം എന്ന് പറയുന്നത്. ഞാൻ നഗ്നനായത് നിങ്ങളെന്നെ ഉടുപ്പിച്ചോ. പ്രിയപ്പെട്ട ദൈവജനമേ, അതാണ് നമ്മളിൽ ഉള്ള ഒരു കൃപ എന്ന് പറയുന്നത്, സ്പിരിറ്റ് ഓഫ് ലസ്റ്റ്. നിങ്ങൾ കുമ്പസാരിക്കുമ്പോൾ നിങ്ങൾ ഏറ്റവും കൂടുതൽ എന്താ പറയുക, ഈ ഒരു ജനറേഷനിൽ ഏറ്റവും കൂടുതൽ വരുന്ന പാപത്തിൻ്റെ മേഖല ലസ്റ്റ്ഫുൾ ലൈഫാണ്. ലസ്റ്റ് ഉണ്ടോ അലസതയുണ്ടാവും, ഉറപ്പാണ്. വ്യഭിചാര ദുർബോധമുണ്ടോ ഉറക്കം കൂടും. നമ്മൾ നേരം വെളുത്ത് എഴുന്നേൽക്കേണ്ട സമയം കഴിഞ്ഞാലും എഴുന്നേൽക്കില്ല. സ്പിരിറ്റ് ഓഫ് ലസ്റ്റാണ് അതിന് കാരണം. വ്യഭിചാരത്തിൻ്റെ ഘട്ടം, എഴുന്നേൽക്കാൻ പറ്റില്ല. ലസ്റ്റിൻ്റെ സ്പിരിറ്റ് ഉണ്ടോ രാത്രി ഉറങ്ങാൻ പറ്റില്ല, എഴുന്നേറ്റിരിക്കും. ഇതാണ് ഈ ഒരു ലസ്റ്റ്ഫുൾ ലൈഫ് നമ്മൾ ഫോളോ ചെയ്യുന്നുണ്ടോ? പ്രിയപ്പെട്ട ദൈവജനമേ, നമ്മൾക്ക് പല വിചാരം കയറി വരും. പ്രാർത്ഥിക്കുമ്പോൾ കോൺസെൻട്രേഷൻ കിട്ടില്ല. നിങ്ങൾ പരിശുദ്ധ ബലി അർപ്പിക്കാനായിട്ട് നിങ്ങൾ ചെന്ന് നിൽക്കും, പക്ഷേ ബലിയർപ്പണം പൂർത്തിയാവില്ല. നിങ്ങൾ അതിനിടയിൽ ഒരു 10 തവണയെങ്കിലും നിങ്ങൾ പല വിചാരത്തിലൂടെ കടന്നു പോകും. അലസത. പിന്നെ നിങ്ങൾക്ക് ലസ്റ്റ്ഫുൾ തോട്ട്സ് ഉണ്ടോ? നിങ്ങൾ ആരോട് സംസാരിക്കാതൊരു മൂലക്ക് ഒതുങ്ങും. അവിടെയെല്ലാം നിങ്ങൾ ഓപ്പൺ ആവില്ല. നിങ്ങൾ
നിങ്ങൾ സെൽഫ് സെൻറ്റേർഡായിട്ട് മാറും. നിങ്ങളിലേക്ക് തന്നെ നിങ്ങൾ ഒതുങ്ങാൻ നോക്കും. കാരണം അവിടെ നിങ്ങളെ ഒരു ചിന്ത തന്നുകൊണ്ട് താലോലിക്കുന്ന ഒരു അരൂപി പ്രവർത്തിക്കും. ഇത് ഞാൻ ഇന്നലെ പറഞ്ഞ പാപത്തിൻ്റെ വിഹിതമാണ്, പാപങ്ങളുടെ വിഹിതമല്ല. നമ്മളിൽ പ്രവർത്തിക്കുന്ന ഇത്തരത്തിലുള്ള പാപവും പാപവാസനകളും പ്രിയപ്പെട്ട ദൈവജനമേ, നമ്മളിൽ ദൈവത്തെ നമ്മളിൽ നിന്ന് അകറ്റും. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ നഗ്നനായിരുന്നു എന്ന് ഈശോ പറയുന്നുണ്ട്. ഉടുപ്പിക്കണം. കുരിശിൻ്റെ വഴിയിലെ 10-ാം സ്ഥലം നമ്മൾ വായിക്കുമ്പോൾ അതിനകത്ത് നമ്മൾ കാണുന്നുണ്ട്, കർത്താവിൻ്റെ തിരുവസ്ത്രങ്ങൾ ഉരിഞ്ഞെടുക്കുന്നു. ഇത്രയും പീഡാസഹനത്തിലൂടെ ഈശോ കടന്നു പോവുകയാണ്. കർത്താവ് അനുഭവിച്ച പീഡാസഹനങ്ങളും കുരിശിൻ്റെ വഴിയിലും പാഷൻ ഓഫ് ക്രൈസ്റ്റിനെ നിങ്ങളൊന്ന് കാണണം. നമ്മൾ കാണുന്നുണ്ട് അതിൽ, ആ ഒരു മൂവിയിൽ. അതിൽ കർത്താവിൻ്റെ വസ്ത്രം എന്തിന് കൊള്ളാം ആ വസ്ത്രം? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. അത്രത്തോളം കീറി മുറിഞ്ഞ് കിടക്കുന്ന വസ്ത്രം, അതിങ്ങനെ തുന്നലെല്ലാം വെട്ട് ചാട്ടവാറടിയേറ്റ് കീറി പറഞ്ഞു കിടക്കുന്ന വസ്ത്രം 4ആയി വിഭജിച്ചു എന്ന്. എനിക്കെപ്പോഴും ഞാൻ ചിന്തിക്കുന്നൊരു കാര്യമാണ് അത്. ഈശോയുടെ ഈ വസ്ത്രം, ഒന്നിനും കൊള്ളല്ലാത്ത വസ്ത്രം, ഇത്ര ബ്ലഡ് സ്റ്റെയിനുള്ള ആ വസ്ത്രം കണ്ടാൽ തന്നെ അറപ്പ് തോന്നും. മണ്ണിൽ കിടന്ന് 1, 2, 3, 3-ാം സ്ഥലം, 7-ാം സ്ഥലം, 9-ാം സ്ഥലം ഈശോ വീണതെല്ലാം ഈ വസ്ത്രത്തോടുകൂടെ ചെളി പുരണ്ട വസ്ത്രം 4ആയി വിഭജിച്ചെടുത്തു എന്ന് 10-ാം സ്ഥലത്ത് വായിക്കുന്നുണ്ട്. ഒരു വ്യക്തിയിലുള്ള വ്യഭിചാര ദുർബോധത്തിൻ്റെ അരൂപി അവനെ 4ആയിട്ട് വിഭജിക്കും. 4ആയിട്ട് ഇവനെ കീറി മുറിക്കുന്ന അരൂപിയാണ് ലസ്റ്റ് എന്ന് പറയുന്നത്. നിങ്ങളിതിന് ഉപേക്ഷിക്കും, ഇത് നിങ്ങളെ ഉപേക്ഷിക്കില്ല. അതാണ് അതിനകത്തുള്ള പ്രത്യേകത. ഇതുണ്ടോ ദമ്പതികൾ ചേരില്ല, ഒരുമിച്ച് ജീവിക്കില്ല. ഇതുണ്ടെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിൽ ദാമ്പത്യ മേഖലയിൽ രണ്ടും രണ്ടറ്റത്തെ നിൽക്കുകയുള്ളൂ, ഒരുമിച്ച് നിൽക്കില്ല. ഇതുണ്ടെങ്കിൽ നിങ്ങളുടെ മക്കളിൽ ഇതുണ്ടെങ്കിൽ നിങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റും, അവർ നിങ്ങളോട് ഓപ്പൺ ആവത്തില്ല. ഈ 2 ദിവസം മുമ്പ് ഒരു കുട്ടിയെ കണ്ടു, 2 ദിവസമായിട്ടുള്ളൂ. അപ്പോൾ ഇവള് അടുത്ത് വന്നിങ്ങനെ കുറേ കാര്യങ്ങൾ, ഞാനവിടെ ചെന്നപ്പോൾ കുറേ കാര്യങ്ങൾ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പം ഞാൻ ബാക്കിയുള്ളവരെ കണ്ടു. ഇവളെൻ്റെ അടുത്ത് ഇങ്ങനെ നടക്കുന്നുണ്ട്. അപ്പോൾ അവൾ 8th പഠിക്കുന്ന കുട്ടിയാണ്. അവളിങ്ങനെ അടുത്തുകൂടി ഇങ്ങനെ നടക്കുന്നുണ്ട്. കുറേ എനിക്ക് വെള്ളം എടുത്ത് വെച്ച് തരുന്നുണ്ട്, എൻ്റെ കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ട്. ഇതെല്ലാം ശേഷം ഇങ്ങനെ ഞാൻ ഇവളെ പറ്റി ഇങ്ങനെ സ്കാൻ ചെയ്തുകൊണ്ടിരിക്കുക. അവളിങ്ങനെ അടുത്തുകൂടി പോകുമ്പോൾ സ്കാൻ ചെയ്ത് ഞാൻ അവളെ വിളിച്ചിട്ട് പറഞ്ഞു, മോളെ നിൻ്റെ പോക്ക് റൂട്ട് തെറ്റാണല്ലോ ഡി എന്ന് ചോദിച്ചു. ഒറ്റ കരച്ചില ഇവള്, വേറെ ഒന്നും ഞാൻ ചോദിച്ചില്ല. നിൻ്റെ റൂട്ട് തെറ്റാണല്ലോ മോളെ ഒരു ചോദ്യം ചോദിച്ചു. ഇവള് നിന്നവിടെ കരയാന്ന് വാവിട്ട് നിലവിളിക്കുക കുഞ്ഞ്. 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന പെൺകുട്ടി. ഇവള് നിലവിളിച്ച് അവസാനം അവളവിടെ നിലവിളിച്ച് താഴേക്ക് ഇരുന്നവൾ കണ്ണുനീരിങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുക. അപ്പോൾ അവളുടെ അമ്മ ദൂരെ മാറി നിൽക്കുന്നുണ്ട്. അപ്പോൾ അവർ ഓടി വരാൻ നോക്കിയപ്പോൾ ഞാനിങ്ങനെ കൈകൊണ്ട് കാണിച്ചു, അവിടെ നിന്നാൽ മതിയെന്ന്, വരാൻ നിൽക്കണ്ട. ഈ നിലവിളി ഇവള് നിലവിളിക്കണമെങ്കിൽ തള്ളയുടെ കുഴപ്പമാണ്, എൻ്റെ അടുത്ത് ഇവള് നിലവിളിക്കണമെങ്കിൽ. അതുകൊണ്ട് ഇപ്പോൾ ഇത് കണ്ടിട്ട് ഓടി വരണ്ട, അവിടെ നിന്നാൽ മതിയെന്ന്. ഞാൻ ചോദിച്ചു, നീ എന്തിനാ ഇത്രയും പാപത്തിൽ ജീവിക്കണേ? അവളെ കൊണ്ടൊന്നും പറയിപ്പിച്ചില്ല. നീ എന്തിനാ ഇത്രയും പാപത്തിൽ ജീവിക്കണേ? നീ എന്തുകൊണ്ട് ഈ പാപം ഉപേക്ഷിക്കുന്നില്ല? അപ്പോൾ ലസ്റ്റാണ്. അവൾ പാപത്തിലാ, 8ലെ പഠിക്കുന്നുള്ളൂ. പക്ഷേ അവളുടെ ചിന്തകൾ PGക്കാണ് പഠിക്കണേ. അവൾക്ക് 13 വയസ്സുള്ളൂ. പക്ഷേ അവളുടെ ചിന്താഗതികൾ 30-ൻ്റെയും 40-ൻ്റെയും മുകളിലുള്ള ചിന്താഗതികളാണ് അവളിലുള്ളത്. അവൾ പറയുകയാണ്, എനിക്ക് കുർബാന ബലിയർപ്പിക്കാൻ പറ്റുന്നില്ല, എനിക്ക് പഠിക്കാൻ പറ്റുന്നില്ല, എനിക്ക് പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല, എനിക്ക് ബ്രദറിനെ പോലും നേരെ നോക്കാൻ പറ്റുന്നില്ല, എനിക്കൊരാളെ നോക്കാൻ പറ്റില്ല. നോക്കിയാൽ ചിന്ത വരുന്നതല്ല ഇത് മാത്രമാണ്. ഇതിൻ്റെ റൂട്ട് കോസ് എടുത്ത് പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ വെച്ചാൽ, കർത്താവ് ഇവളിൽ എവിടെ നിന്നാണ് തുടങ്ങിയത്? പീശു പറഞ്ഞ് അപ്പനെ വിളിക്കാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ അവളോട് പറഞ്ഞു, നീ വയ്ക്കോ. അവളെ മാറ്റി അപ്പനെ വിളിച്ചു. അപ്പനെ വിളിച്ചിട്ട് പറഞ്ഞു, അവൻ്റെ ഫോൺ നീ മേടിക്കും. ഈശോ ഇങ്ങനെ പറയുകയാണ് ചവിട്ടിൽ. ഫോൺ മേടിച്ചു. പാസ്വേഡ് പറയാൻ പറഞ്ഞു അയാളോടെ. പാസ്വേഡ് അവൻ പറഞ്ഞു. പാസ്വേഡ് പറഞ്ഞ് ഞാൻ ഫോൺ ഓപ്പൺ ചെയ്തു. അവനോടൊന്നും ചോദിച്ചില്ല. ഞാൻ ഓരോന്നോരോന്ന് എടുത്തിട്ട് ഹൈഡ് ചെയ്തിട്ടിരിക്കുന്ന പല വീഡിയോസും ഞാൻ ഓപ്പൺ ചെയ്തു. എൻ്റെ ഫോണിൽ ഹൈഡ് ചെയ്തിട്ടിരിക്കുന്നത് അൺഹൈഡ് കൊടുത്തിട്ട് ഞാനത് ഓപ്പൺ ചെയ്ത് നോക്കിയപ്പോൾ കംപ്ലീറ്റ് ഇത് മാത്രമേ ഉള്ളൂ. ഇത് അപ്പൻ വരുത്തി വെച്ച വ്യഭിചാര ദുർഭൂതം പ്രവർത്തിച്ചത് അപ്പനിലല്ല, പ്രവർത്തിച്ചത് മകളിലാണ്. അപ്പം വിചാരിച്ചെന്താ, ഇത് ഞാൻ ഹൈഡ് ചെയ്തിട്ടിരിക്കുന്നതല്ലേ,
നിങ്ങൾ ഹൈഡ് ചെയ്തതൊന്നും പിശാച് ഹൈഡ് ചെയ്യില്ല പ്രിയപ്പെട്ടവരെ. മറ സൃഷ്ടിക്കുന്നപ്പോഴും സാത്താനാ. പാപത്തിന് മറ തരും സാത്താൻ. അവൻ സുരക്ഷിതത്വം തരും പാപം ചെയ്യാൻ. ആരും അറിയില്ല, ആരെ അറിയിക്കത്തില്ല. പ്രാർത്ഥനയുടെ മറ തരും പല പാപങ്ങൾക്കും. പ്രാർത്ഥനയുടെ മറ പിടിച്ച് പാപം ചെയ്യും. ഈ മക്കൾ ഇത് തന്നെയാണ് ചെയ്തത്, പ്രാർത്ഥനയുടെ മറ പിടിച്ച്. ഇവൻ നല്ല പരിശുദ്ധ ബലി അർപ്പിക്കുന്ന പയ്യൻ, മീൻസ് എല്ലാ ദിവസവും കുർബാന അർപ്പിക്കുന്ന പയ്യനാ, എല്ലാ ദിവസവും കുടുംബ പ്രാർത്ഥനയ്ക്ക് കുടുംബത്തോട് ഒത്തിരിക്കുന്ന പയ്യനാ. പക്ഷേ മറച്ചു വെച്ചത് പരിശുദ്ധാത്മാവിന് കാണാം, കുടുംബാംഗങ്ങൾക്ക് കാണാൻ പറ്റില്ല. അത് പ്രവർത്തിക്കും കുടുംബത്തിൽ മൊത്തം. 2 ദിവസം മുൻപുള്ള കാര്യമാണ്. ഞാൻ ഇസ്രായേലിൽ നിന്ന് വന്ന അന്നത്തെ കാര്യം, അന്ന് വൈകിട്ടത്തെ കാര്യം ഞാനീ പറയണേ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ഇത് അരൂപി പ്രവർത്തിക്കുന്ന തലം ഏതാ പ്രിയപ്പെട്ടവരെ? യേശുവിൻ്റെ വസ്ത്രം 4ആയിട്ട് വിഭജിച്ചു. യേശു എന്ന് പറയുന്നതിൻ്റെ വസ്ത്രം 4ആയിട്ട് വിഭജിച്ചു. ഉടുതുണിക്ക് മറുതുണിയില്ലാതെ കർത്താവ് നിൽക്കുക 10ാം സ്ഥലത്ത്. അവിടെ എത്ര പേരുണ്ട്? ഇത്രയും പേരുടെ മുന്നിൽ കർത്താവിനെ വീണ്ടും പരിഹസിച്ച് നിന്ദിച്ച് പീഡകളേറ്റതിനേക്കാൾ കൂടുതൽ വലിയ പീഡ, നിന്ദനത്തിൻ്റെ, പരിഹാസത്തിൻ്റെ, അപമാനത്തിൻ്റെ പീഡ കൂടെ ഏൽക്കാനുണ്ട് ക്രിസ്തു. ഏത് സ്ഥലത്ത്? 10ാം സ്ഥലത്ത്, കാൽവരി മലമുകളിൽ ക്രൂശിക്കപ്പെട്ടതിനേക്കാൾ വലിയ ക്രൂശിക്കലാണിത്. കർത്താവിനെ കരങ്ങളും കാലുകളും അവനെ വിശുദ്ധ കുരിശിൽ അടിച്ചു കയറ്റി അവനെ ക്രൂശിച്ചതിനേക്കാൾ വലിയ ക്രൂശിക്കലാണ് അവനെ വിവസ്ത്രനാക്കുക എന്ന് പറയുന്ന ക്രൂശിക്കൽ. നമ്മളിലുള്ള 6ാം പ്രമാണവുമായി ബന്ധപ്പെട്ട് വേണം 10ാം സ്ഥലം ധ്യാനിക്കാൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇതുമായി ബന്ധപ്പെട്ട് നമ്മളത് ധ്യാനിക്കുമ്പോൾ യേശുവിനെ വിവസ്ത്രനാക്കുന്നത് ഞാനും നിങ്ങളുമാ. നമ്മൾ വിവസ്ത്രനാക്കിയപ്പോൾ 4 തരത്തിലേക്ക് അത് കടന്നു ചെല്ലുന്നുണ്ട് പ്രിയപ്പെട്ടവർ. ഒന്നെൻ്റെ പ്രാർത്ഥനയിലേക്ക്, ഒന്നെൻ്റെ കഴിഞ്ഞ തലമുറയിലേക്ക്, ഒന്നെൻ്റെ വരാനിരിക്കുന്ന തലമുറയിലേക്ക്, ഒന്ന് എന്നിലേക്ക്. ഈ 4 അവസ്ഥകളിലേക്ക് കർത്താവിൻ്റെ വസ്ത്രത്തെ അവർ വിഭജിച്ചെടുത്തിട്ടുണ്ട്. 4 തലങ്ങളിലേക്ക് ഈശോ 4ആയിട്ട് വിഭജിക്കപ്പെടുക. വസ്ത്രം വിഭജിക്കുക എന്ന് പറഞ്ഞാൽ അവനെ വിഭജിക്കുന്നതിന് തുല്യമാണ്. ഒരു കുരിശെടുത്താൽ അതിന് 4 അറ്റം ഉണ്ട്. ഈ 4 അവസ്ഥകളിലേക്ക്, ഒന്ന് എൻ്റെ കഴിഞ്ഞ തലമുറയിലേക്ക് ഞാൻ ചെയ്യുന്ന പാപത്തിൻ്റെ ഒരു വിഹിതം അവിടെ കിട്ടും. ഒന്ന് എൻ്റെ മക്കൾ എന്ന് പറയുന്ന വരാനിരിക്കുന്ന തലമുറയിലേക്ക് ഞാൻ ചെയ്യുന്ന പാപത്തിൻ്റെ വിഹിതം അവിടെ ക്രെഡിറ്റ് ആവും. അതാണ് ഇപ്പോൾ നിങ്ങൾ ഈ കേട്ട ഈ ഒരു അനുഭവം. ഒന്ന് എന്നിലേക്ക് ഞാൻ ചെയ്യുന്ന പാപത്തിൻ്റെ വിഹിതം എന്നിൽ കുടികൊള്ളും. മറ്റൊന്നാണ് എൻ്റെ പ്രാർത്ഥനാ ജീവിതം, ആത്മീയ ജീവിതം. അതാണ് ഏറ്റവും വലുത്. കെടുത്തിക്കളയും, തല്ലിക്കെടുത്തിക്കളയും ഈ സ്പിരിറ്റ്. പ്രാർത്ഥിക്കാൻ പറ്റത്തില്ല, കുടുംബങ്ങളിൽ സ്വസ്ഥത ഉണ്ടാവത്തില്ല, ഒരാൾ പറയുന്ന ഒന്നിനും അംഗീകരിക്കാൻ പറ്റില്ല. സ്പിരിറ്റ് പ്രവർത്തിക്കുന്ന ഇത് പല രീതിയിൽ ഇതിൻ്റെ എന്താ പറയുക, അതിൻ്റെ അവസ്ഥകൾ നമുക്ക് കുടുംബത്തിൽ കാണാൻ പറ്റും, പല രീതിയിൽ കാണാൻ പറ്റും. മക്കളിൽ മറ്റൊരവസ്ഥയിലേക്ക് നമ്മുടെ മക്കൾ പോകും. ഉയർച്ച പ്രാപിക്കാൻ പറ്റില്ല ഈ സ്പിരിറ്റ് ഉണ്ടെങ്കിൽ. മക്കൾക്ക് നല്ലൊരു ജോലി കിട്ടത്തില്ല, അവർക്കൊരു നല്ലൊരു വിദ്യാഭ്യാസം, അവർക്ക് കുറേ പഠിക്കും. നമ്മുടെ മക്കളിൽ നിന്ന് ഒത്തിരി പഠിക്കും. അവർ പറയും ഒന്നും തലയിൽ കയറുന്നില്ല, എത്ര പഠിച്ചിട്ടൊന്നും കിട്ടുന്നില്ല. എന്നാൽ അവർ പഠിക്കുന്നത് നമുക്ക് കാണുകയും ചെയ്യാം. അവർ അധ്വാനിക്കും, അതിൻ്റെ ഔട്ട്പുട്ട് കിട്ടില്ല അവർക്ക്. ഇങ്ങനെ ഇത് ഒരു വ്യക്തിയിലുണ്ടെങ്കിൽ ഒരു കുടുംബത്തെ മൊത്തം ഭരിക്കുന്ന അരൂപിയാണിത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് പ്രിയപ്പെട്ട ദൈവജനം, നിങ്ങൾ ഈ കുമ്പസാരത്തിൽ ഇതിൽ ഈ ഒരു 6ൻ്റെ കെട്ട്, 6ാം പ്രമാണത്തിൻ്റെ ലംഘനത്തിലൂടെ വന്നിരിക്കുന്ന കെട്ടുണ്ടെങ്കിൽ അഴിച്ചു മാറ്റണേ. തുറന്ന് കുമ്പസാരിക്കണം. മറച്ചു വെച്ച് കുമ്പസാരിക്കരുത്, തുറന്ന് കുമ്പസാരിക്കുക. ഞാനത് കൂടുതൽ എൻ്റെ എക്സ്പ്ലനേഷനിലേക്ക് ഒരുപാടുണ്ട് പറയാനായിട്ട്. അത് ഓരോന്ന് പറയുമ്പോൾ നിങ്ങൾ ചിന്തിക്കും ഇതെല്ലാം പാപമായിരുന്നല്ലേ എന്ന് ചിന്തിക്കുന്ന രീതിയിൽ അത് ക്ലാസ് എടുക്കാം. പക്ഷേ അത് സമയക്കുറവുകൊണ്ട് ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല. പക്ഷെ നിങ്ങൾക്കറിയാം നിങ്ങൾ എന്താണെന്നുള്ളത്, എനിക്കറിയാം നിങ്ങൾ എന്താണെന്നുള്ളത്. വളരെ ഞാൻ ഇന്നലെ കണ്ടതാണ്, പലതും ഇനി ഉണ്ട്, പറയുന്നില്ല. പക്ഷെ അത് പ്രിയപ്പെട്ട ദൈവജനമേ, നിങ്ങളായിരിക്കുന്ന അവസ്ഥകൾ മറച്ചു വെച്ചത്, കാഠിന്യം കുറച്ച് പറഞ്ഞതെല്ലാം, അതിൻ്റെ നല്ല കുമ്പസാരം തന്നെ നിങ്ങൾ ഈ ദിവസം നടത്തണം. നിങ്ങൾക്ക് റിസൾട്ട് കിട്ടണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ ധ്യാനം കൊണ്ട്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അവൻ പറഞ്ഞു, അപ്പോൾ പത്രോസ് അവനെ അനുസ്മരിപ്പിച്ചു, ഗുരു നോക്കൂ, നീ ശപിച്ച അത്തിമരം ഉണങ്ങിപ്പോയിരിക്കുന്നു. യേശു പറഞ്ഞു, വിശ്വസിക്കുക. ശപിച്ചപ്പോൾ അത്തിമരം ഉണങ്ങി. അത് വിശ്വസിക്കാൻ എന്താ ഉള്ളത്? അവൻ ദൈവമല്ലേ, അവൻ ശപിച്ച ഉണങ്ങിയില്ലെങ്കിൽ അത്ഭുതമുള്ളൂ. അങ്ങനെ ചിന്തിച്ചുകൂടെ പത്രോസിന്? പക്ഷെ അപ്പോഴും പത്രോസിൻ്റെ തലയിലേക്ക് അത് കയറുന്നില്ല എന്നുള്ളതാണ്. വിശ്വസിച്ചല്ലോ പത്രോസ്. അപ്പോഴും പത്രോസ് വിശ്വസിക്കാത്തതിന് കാരണം എന്താ? പത്രോസ് പറഞ്ഞത് എന്താണ്? ഇത് അത്തിപ്പഴത്തിൻ്റെ കാലമല്ലോ, പിന്നെ നീ ശപിച്ചിട്ട് എന്ന കാര്യം എന്ന് ചോദിക്കുന്ന പത്രോസ് നമുക്ക് കാണാം. പ്രിയമുള്ള ദൈവജനമേ, ഞാൻ പറഞ്ഞില്ലേ
അസമയത്ത് പ്രാർത്ഥിക്കണം. അസമയത്ത് പ്രാർത്ഥിക്കണം. പ്രതികൂല സാഹചര്യത്തിൽ പ്രാർത്ഥിക്കണം. കൃപ കിട്ടണമെങ്കിൽ നമ്മൾക്ക് പറ്റാത്ത സമയത്ത് പ്രാർത്ഥിക്കണം. ശരീരം വേദനിച്ച് നിൽക്കുമ്പോൾ പ്രാർത്ഥിക്കണം. എനിക്കൊരു തരത്തിലും പ്രാർത്ഥിക്കാൻ പറ്റാത്ത പീഡയിലൂടെ പോകുമ്പോൾ പ്രാർത്ഥിക്കണം. ഈശോ ആഗ്രഹിക്കുന്നത് അതാണ്. ഈശോ പ്രാർത്ഥിച്ചതെല്ലാം പ്രതികൂല സാഹചര്യത്തിലാണ്. കാൽവരിയിലേക്കുള്ള യാത്രയിൽ കർത്താവിൻ്റെ കംപ്ലീറ്റ് പ്രാർത്ഥനയാണ്. കുരിശിൽ കിടന്നിട്ടും കർത്താവ് വേദന കൊണ്ട് കരയുകയല്ല, അവൻ സംസാരിക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. അവൻ കർത്താവ് ഇവർ ചെയ്യുന്നത് എന്തെന്ന് ഇവർക്കറിയില്ല. ഈശോ പ്രാർത്ഥിക്കുക. പിതാവ് അങ്ങേ കരങ്ങളിലേക്ക് എൻ്റെ ആത്മാവിനെ ഞാൻ സമർപ്പിക്കുന്നു. ഈശോ പ്രാർത്ഥിക്കുക. ഇതാ നിൻ്റെ അമ്മ, ഇതാ നിൻ്റെ മകൻ. ഈശോ കൊടുത്ത് പ്രാർത്ഥിക്കുക. ഇതെല്ലാം ഈശോ ചെയ്യുന്ന പ്രാർത്ഥനയാണ്. ഈശോ പ്രസംഗിച്ചതൊന്നും ചെയ്യാത്ത കാര്യങ്ങളല്ല, ചെയ്തിട്ട് പ്രസംഗിച്ചവനാണ് കർത്താവായ ഈശോ മിശിഹ. എന്നിട്ടാണ് പറഞ്ഞത് ഇതുപോലെ ചെയ്യുവിൻ, ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ എന്ന് പറയാൻ കാരണം കുരിശിൽ കിടന്നുള്ള സ്നേഹമാണ് ഈശോ ഉദ്ദേശിക്കുന്നത്. ഈശോ നമ്മളെ സ്നേഹിച്ചത് കുരിശിൽ കിടന്ന. കർത്താവിന് പല ന്യായവാദങ്ങളും നിരത്താനുണ്ട്. ഈശോ ഒന്നും നിരത്തുന്നില്ലല്ലോ. ഈശോയുടെ അടുത്ത് വന്നിട്ട് തെറ്റ് ചെയ്ത് ആരെയാണ് കർത്താവ് വിധിച്ച് സംസാരിച്ചത്? ആരെങ്കിലും ഈശോ വിധിക്കുന്നുണ്ടോ? ഇത്രയും പേര് കർത്താവിനെ ക്രൂശിച്ചു, ഒരാളെ പോലും ഈശോ വിധിച്ചില്ലല്ലോ. ഈശോയ്ക്ക് വിധിക്കാനായിട്ട് എന്തെല്ലാം സാധ്യതകളുണ്ട്. വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ടവളെ കൊണ്ടുവന്ന് മുന്നിൽ നിർത്തിയിട്ട് പോലും കർത്താവ് വിധിച്ചില്ലല്ലോ. കർത്താവ് വിധിക്കുന്നില്ല. കർത്താവ് അവിടെ എല്ലാം ഈശോയുടെ പേഴ്സണാലിറ്റിയാണ് കാണിക്കണേ. പേഴ്സണാലിറ്റി കാണിച്ചു. കർത്താവ് എന്താണെന്നുള്ളത് വ്യക്തിത്വം കർത്താവ് കാണിക്കുന്നുണ്ട്. അവൻ്റെ വ്യക്തിത്വത്തെ അവനൊരിക്കലും അത് താഴെ പോകാൻ ഈശോ സമ്മതിക്കുന്നില്ല. കരുണ കാണിക്കേണ്ടടുത്ത് കരുണയും, സ്നേഹം കാണിക്കേണ്ടടുത്ത് സ്നേഹവും, അനുകമ്പയിൽ അനുകമ്പയും, ശാസിക്കേണ്ടടുത്ത് ശാസനവും, ചാട്ടവാറെടുക്കേണ്ടടുത്ത് ചാട്ടവാറെടുത്തവനുമാണ് കർത്താവായ ഈശോ മിശിഹ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ടാണ് ഈശോ ഇവിടെ പറയുന്നത് അത്തിവൃക്ഷത്തെ ശപിക്കാൻ. കാരണം അവൻ്റെ തന്നെ സൃഷ്ടിയാണ് അത്തിവൃക്ഷം. ഈ അത്തിയിലകൾ കൂത്തി തുന്നി ഉണ്ടാക്കിയ ഒരു ഉടുപ്പ് നമ്മൾ ഉൽപ്പത്തിയിൽ വായിക്കുന്നുണ്ട്. അത്തിയില കൂട്ടി തുന്നി ആദവും ഹവ്വയും ആദ്യത്തെ പാപത്തെ മറച്ചു വെച്ചത്. ഈ ഒരു ശാപത്തിന് പുറകിൽ ആ ഒരു ഹിസ്റ്ററി കൂടെ ഉണ്ടെന്നുള്ളത് തിരിച്ചറിയും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അവൻ്റെ വസ്ത്രം 4 ഭാഗിക്കാനുള്ള ഒന്നാമത്തെ കാരണം അതാണ്. ക്രിസ്തുവിൻ്റെ വസ്ത്രം 4 ഭാഗിക്കാനുള്ള ഒന്നാമത്തെ കാരണം ഉൽപ്പത്തിയിലാണ് കിടക്കുന്നത്. അതുകൊണ്ടാണല്ലോ ഈശോ ഈ ഒരവസ്ഥയിലേക്ക് എത്തപ്പെട്ടത്. പ്രിയമുള്ള ദൈവജനമേ, ചിന്തിക്കണം. യേശുവിൻ്റെ നാമത്തിൽ പറയട്ടെ, ചിന്തിക്കണം. നമ്മൾ അവൻ്റെ വസ്ത്രത്തെ എത്രയായിട്ട് ഭാഗിച്ചെടുത്തിട്ടുണ്ടെന്ന് ചിന്തിക്കണം. അവൻ്റെ മേലങ്കി മാത്രം തയ്യൽ കൂടാതെ നെയ്യപ്പെട്ടതാണ്. ക്രിസ്തുവിൻ്റെ മേലങ്കി എന്ന് പറയുന്നത് തിരുസഭയാണ്. തയ്യൽ കൂടിയിട്ടില്ല. അതിൽ ഒന്നും കൂട്ടിച്ചേർക്കാനും പറ്റില്ല, അതിൻ്റെ അത് മുറിച്ചു മാറ്റാനും പറ്റില്ല. അതുകൊണ്ട് അത് ആർക്ക് ലഭിക്കണമെന്ന് ചിട്ടിയിട്ട് തീരുമാനിക്കാം. അതായത് തിരുസഭയിലേക്ക് ആരൊക്കെ പ്രവേശിക്കണമെന്ന്, കത്തോലിക്ക വിശ്വാസത്തിലേക്ക് ആരൊക്കെ വരണമെന്നുള്ളത് ദൈവത്തിൻ്റെ തിരഞ്ഞെടുപ്പ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് തന്നെ പറയുന്ന അവൻ്റെ മേലങ്കി ആർക്ക് ലഭിക്കണം, അതായത് തിരുസഭയിലേക്ക് ആര് എൻട്രി ആവണം, ക്രിസ്ത്യാനിയായിട്ട് ആരൊക്കെ ജനിക്കണം എന്നുള്ളത് ചിട്ടിയിട്ട് തീരുമാനിക്കും. കർത്താവിൻ്റെ തിരഞ്ഞെടുപ്പാണ്, നമുക്കൊന്നും പറയാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ഒത്തിരി മക്കൾ ഇതിട്ട് പോകുന്നുണ്ട്. കത്തോലിക്ക വിശ്വാസം ഉപേക്ഷിച്ച് പോകുന്ന എത്രയോ പേര്, കത്തോലിക്ക വിശ്വാസത്തിൽ ജനിച്ചത് ഉപേക്ഷിച്ച് മറ്റു മതസ്ഥരുടെ വിശ്വാസങ്ങളെ പ്രഘോഷിക്കുന്ന എത്രയോ പേര് നമ്മൾക്ക് കാണാൻ പറ്റും നമുക്ക് ചുറ്റും. എന്തുകൊണ്ടാണ്? പ്രിയപ്പെട്ട ദൈവജനമേ, അവർക്കറിയില്ല അവരെവിടെ നിന്ന് എങ്ങോട്ടാണ് പോകുന്നതെന്നും വെള്ളമില്ലാത്ത പൊട്ടക്കിണർ കുഴിച്ചുകൊണ്ടിരിക്കുകയാണെന്നുള്ളതും അവരറിയുന്നില്ല. നമ്മളിൽ വീഴ്ചകളുണ്ട്, നമ്മളിൽ കുറവുകളുണ്ട്, നമ്മളിൽ തെറ്റും പോരായ്മകളൊക്കെ ഉണ്ടെങ്കിലും നമ്മുടെ വിശ്വാസം എന്ന് പറയുന്നതിനെ ഒരിക്കലും നമ്മൾ തള്ളിക്കളയരുത് പ്രിയപ്പെട്ടവരെ. ഹല്ലേലൂയ. പത്രോസിനോട് ഈശോ പറഞ്ഞതാ, നീ വിശ്വസിക്കുക, കാരണം നീ സഭയുടെ പ്രഥമ പാപ്പയാണ്. നീ വിശ്വസിക്കണം. ഞാനും നിങ്ങളും നമ്മുടെ കുടുംബത്തിൻ്റെ പാപ്പയാണ്. നമ്മുടെ കുടുംബത്തിൻ്റെ പാപ്പാമാരാ, ഒരു കുടുംബത്തിന് നേതൃത്വം നൽകുന്നവർ. നിങ്ങളിലൂടെ മാത്രമേ നിങ്ങളുടെ ഗാർഹിക സഭയെ വിശുദ്ധീകരിക്കാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന് സാധിക്കുകയുള്ളൂ. കുടുംബത്തിന് നേതൃത്വം നൽകുന്നവരിലൂടെ മാത്രമേ കുടുംബത്തെ വിശുദ്ധീകരിക്കാൻ, കുടുംബം എന്ന് പറയുന്ന ഗാർഹിക സഭയെ വിശുദ്ധീകരിക്കാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന് സാധിക്കുകയുള്ളൂ പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് സഭാ നേതൃത്വം എന്ന് പറയുന്ന ഞാനും നിങ്ങളും
നമ്മുടെ സഭയെന്ന് പറയുന്ന കുടുംബത്തിൽ ദൈവം നമുക്ക് തന്നിരിക്കുന്ന ഓരോ പ്രജകളാകുന്ന നമ്മുടെ കുടുംബത്തിലെ അംഗങ്ങളെ നിങ്ങൾ വേണം നേർവഴിയിൽ നടത്താൻ. അതുകൊണ്ടാണ് ഈശോ പറഞ്ഞത്, ഈശോയുടെ തിരുവസ്ത്രം ഒരു കുടുംബത്തിലെ 4 അതിനെ വിഭജിക്കുന്നുണ്ട്. ഒരു കുടുംബത്തിലുണ്ടെങ്കിൽ അപ്പൻ അമ്മ 2 മക്കളെടുത്താൽ അതിനെ 4 വിഭജിക്കപ്പെടും. കർത്താവിൻ്റെ തിരുവസ്ത്രത്തെ 4ലേക്കും ഒരംശം കടന്നു ചെല്ലുകയും ചെയ്യും. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് യേശുവിൻ്റെ തിരുവസ്ത്രം രക്തക്കറ പുരണ്ടതാണെങ്കിലും ചെളി പുരണ്ടതാണെങ്കിലും മണ്ണാണെങ്കിലും കീറിപ്പറഞ്ഞിട്ടുണ്ടെങ്കിലും അതിനെ ഭാഗിച്ചെടുക്കാൻ ആൾക്കാരുണ്ടെന്നുള്ളത് മറക്കരുത്. നമ്മൾ കർത്താവിൻ്റെ വസ്ത്രത്തോട് നമ്മൾ കാണിക്കുന്ന വിധേയത്വം എന്താണെന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം. കർത്താവിൻ്റെ മേലങ്കി എന്ന് പറയുന്ന തിരുസഭയോട് നമ്മൾ കാണിക്കുന്ന വിധേയത്വത്തെക്കുറിച്ച് നമ്മൾക്കൊരു ബോധ്യം ഉണ്ടാവണം. സഭാ നേതൃത്വങ്ങളെ കുറ്റം വിധിച്ച് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളത് കുമ്പസാരത്തിൽ ഏറ്റുപറയാൻ മറക്കല്ലേ. വൈദികർക്കെതിരെ ചെയ്തിരിക്കുന്ന പാപങ്ങൾ, മേലധികാരികളോട് ചെയ്തിരിക്കുന്ന പാപങ്ങൾ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഏറ്റുപറയണേ പ്രിയപ്പെട്ടവരെ. കാരണം അത് നിങ്ങളിലുള്ള ആത്മീയതയെ തല്ലിക്കെടുത്തുന്ന മാരകപാപങ്ങളുടെ ലിസ്റ്റിൽ അത് വരും. നിങ്ങളുടെ കുടുംബം ഏതെങ്കിലും തരത്തിലുള്ള കേസ് പോലുള്ള അസ്വസ്ഥതകളിലൂടെ കടന്നു പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തമ്പുരാൻ്റെ മുമ്പിൽ അത് ഒത്തുതീർപ്പിനുള്ള വഴി ചോദിച്ച് പ്രാർത്ഥിച്ച് അത് കുമ്പസാരത്തിൽ ഏറ്റുപറയണേ. പ്രത്യേകിച്ച് സഹോദരനെതിരെ കൊടുത്തിരിക്കുന്ന കേസുകളുണ്ടെങ്കിൽ വലിയ ദുരിതം നിന്നെ കാത്തിരിക്കുന്നുണ്ടെന്നുള്ളതും മറക്കരുത്. സ്വസഹോദരങ്ങൾക്കെതിരെ കേസ് ലോകത്തിൻ്റെ കോടതി വിധി പറയാനായിട്ട് നിങ്ങൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ കുടുംബത്തിൻ്റെ തലമുറകളുടെ അവസ്ഥകളെക്കുറിച്ച് വേണം നിങ്ങൾ ചിന്തിക്കാൻ. നിൻ്റെ സഹോദരനിൽ പാപമുണ്ടെങ്കിൽ, കുറവുണ്ടെങ്കിൽ നീ ചെന്ന് സംസാരിക്കാനാണ് ഈശോ പറഞ്ഞിരിക്കുന്നത്. കേസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ പ്രിയപ്പെട്ട ദൈവജനമേ, നിങ്ങളിലെ തലമുറ, നിങ്ങളുടെ മക്കളുടെ തലമുറ ശാപം കിട്ടിയ തലമുറയായിരിക്കും. ഒരിക്കലും നിങ്ങളുടെ മക്കൾക്ക് മേൽഗതി പ്രാപിക്കത്തില്ല. നിങ്ങളുടെ സഹോദരങ്ങൾക്കെതിരെ കേസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ, സ്വത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ തർക്കങ്ങൾ വരുത്തിയിട്ടുണ്ടെങ്കിൽ, അപഹരിച്ചെടുത്ത സ്വത്ത് വെച്ച് അനുഭവിക്കുന്നുണ്ടെങ്കിൽ പ്രിയപ്പെട്ട ദൈവജനമേ, കുടുംബത്തിൽ സ്വസ്ഥത ഉണ്ടാവില്ല, വ്യക്തിജീവിതത്തിൽ സ്വസ്ഥത ഉണ്ടാവില്ല. ദൈവം എന്ന് പറയുന്ന ആത്മീയ സമ്പത്തിനെ നഷ്ടപ്പെടുത്തും. നിങ്ങൾ സ്വത്ത് നേടാൻ വേണ്ടിയിട്ട് എടുത്തിരിക്കുന്ന ചില കൊള്ളരുതായ്മകളും വളഞ്ഞ വഴികളിലൂടെയും നിങ്ങൾ സമ്പാദിച്ച സ്വത്ത് നിങ്ങളുടെ കൈവശമുണ്ടെങ്കിൽ ആത്മീയ സമ്പത്ത് ഒരിക്കലും നിങ്ങളിൽ നിലനിൽക്കുകയില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് വസിക്കണം എന്നത് നിങ്ങളുടെ ആഗ്രഹം മാത്രമായിട്ട് അവസാനിക്കുകയും ചെയ്യും. വസിക്കില്ല. പരിശുദ്ധാത്മാവ് ഇറങ്ങി വരണം എന്നുള്ളത് ആഗ്രഹം മാത്രമായിട്ട് നിലനിൽക്കുകയും ചെയ്യും. ഇറങ്ങി വരില്ല പ്രിയപ്പെട്ടവരെ, നമ്മളിൽ ചാർജ് എടുക്കുകയുമില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ആരെങ്കിലും ഈ മലയോട് ഇവിടെ നിന്ന് മാറി കടലിൽ ചെന്ന് വീഴുക എന്ന് പറയുകയും ഹൃദയത്തിൽ ശങ്കിക്കാതെ താൻ പറയുന്നത് സംഭവിക്കുമെന്ന് വിശ്വസിക്കുകയും ചെയ്താൽ അവന് അത് സാധിച്ചു കിട്ടും. ഹല്ലേലൂയ. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു. യേശു സത്യമായി അരുളി ചെയ്യുകയാണ്. യേശു എന്താണെന്നുള്ളത് യേശു വ്യക്തമാക്കുകയാണ്. താൻ സത്യമാണ് എന്നുള്ളത് കർത്താവ് വ്യക്തമാക്കുകയാണ്. ഞാനാകുന്നു വഴിയും സത്യവും ജീവനും. അതിൽ രണ്ടാമത്തേത് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു. വെറുതെ ഒരു സത്യം, ബാക്കിയുള്ളത് ഈശോ പറഞ്ഞൊന്നും നുണയല്ല, ഇത് സത്യമായി പറയാൻ. സത്യമായി എന്ന് പറയുന്നത് ഈശോ ആയിരിക്കുന്ന അവസ്ഥയെക്കുറിച്ച് ഈശോ പറയുകയാണ്. ഈശോ ആയിരിക്കുന്ന അവസ്ഥ എന്താ? സത്യം എന്ന് പറയുന്നത് എന്താണ്? സത്യം എന്ന് പറഞ്ഞാൽ അവൻ ഈ ലോകത്തിലേക്ക് കടന്നു വന്നു എന്നുള്ളതാണ് സത്യം. സത്യം എന്ന് പറയുന്നത് എന്താണ്? ദൈവം മനുഷ്യനായി അവതരിച്ചു. അതുകൊണ്ടാണ് ഈശോ പറയുന്നത് സത്യമായി. ഞാൻ സത്യമായി എന്ന് പറഞ്ഞാൽ ദൈവം എന്ന് പറയുന്ന നിത്യത ലോകത്തിൽ മനുഷ്യനായി അവതരിച്ചു എന്ന് പറയുന്ന സത്യം. അത് ഈശോ ഊന്നിപ്പറയും. സത്യമായി ഞാൻ ലോകത്തിൽ വന്ന് നിങ്ങളോട് സംസാരിക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ മീനിങ് വരുന്നത്. നിങ്ങളോട് പറയുന്നു സത്യമായി എന്ന് പറഞ്ഞാൽ വെറുതെ ഒരു വേർഡല്ല അത്. അതിനൊരു മീനിങ് തന്നെയുണ്ട്, അതിന് പുറകിലൊരു ക്ലാസ് തന്നെയുണ്ട്. അതിലേക്ക് പോകുന്നില്ല. ചുരുക്കം ഇത്രയേ ഉള്ളൂ. ലോകത്തിലേക്ക് വന്ന ദൈവം നിങ്ങളോട് സംസാരിക്കുന്നു. സത്യമായി എന്ന് പറഞ്ഞാൽ സത്യം ഭൂമിയിലായി എന്നുള്ളതാണ് കർത്താവ് ഉദ്ദേശിക്കുന്നത്. സത്യം എന്ന് പറയുന്ന ദൈവത്വം ഭൂമി എന്ന് പറയുന്ന മാനുഷികതയിലേക്കായി നിങ്ങളോട് സംസാരിക്കുന്നു. ഞാൻ നിങ്ങളോട് പറയുന്നു,
ആരെങ്കിലും ഈ മലയോട് സത്യമായി എന്ന് പറഞ്ഞിട്ട് ഈശോ പറയുന്നു. ഈശോ തന്നെ അഭിസംബോധന ചെയ്യുന്ന 2-3 രീതിയുണ്ട്. ഒന്ന് ഞാൻ, മറ്റൊന്ന് മനുഷ്യപുത്രൻ, ദൈവപുത്രൻ. ഇങ്ങനെ കർത്താവ് തന്നെ പറയുന്നുണ്ട്. വഴി, സത്യം, ജീവൻ. ക്രിസ്തുവിൻ്റെ വ്യക്തിത്വത്തെക്കുറിച്ച് ക്രിസ്തു പറയുന്നുണ്ട് പലതവണകളായിട്ട്. ഇതിൽ പറഞ്ഞിരിക്കുന്നത് സത്യമായി ഞാൻ എന്ന് പറഞ്ഞാൽ ദൈവം നിങ്ങളോട് പറയുന്നു. സത്യമായ ഞാൻ നിങ്ങളോട് പറയുന്നു. സത്യമെന്ന് പറയുന്ന ഞാൻ അവതരിച്ചു മനുഷ്യനായിട്ട് അതിൽ ഉള്ള യേശു എന്ന് പറയുന്ന ഫിസിക്കൽ ബോഡിയും ക്രിസ്തു എന്ന് പറയുന്ന സ്പിരിച്വൽ ബോഡിയും രണ്ടിനെയും നമ്മൾ രണ്ടായിട്ട് തന്നെ കണ്ട് ഒന്നായിട്ട് നമ്മളതിനെ ആരാധിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതായത് ക്രിസ്തു എന്ന് പറയുന്ന ദൈവത്തിന് ലോകത്തിലേക്ക് വരാനുള്ള ശരീരമാണ് യേശു. ഹല്ലേലൂയ. ക്രിസ്തു എന്ന് പറയുന്ന ദൈവത്തിന് ലോകത്തിലേക്ക് വരാനൊരു ശരീരമാണ് യേശു. ക്രിസ്തു ദൈവവും യേശു മനുഷ്യനും. അപ്പോൾ ഇത് രണ്ടും ഒന്നായി ഞാൻ കണ്ട് ആരാധിക്കുക. അപ്പോൾ ആ ദൈവം നമ്മളോട് പറഞ്ഞതാണിത്. ഞാൻ എന്ന് സ്വയം വിശേഷിപ്പിക്കുന്നു. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു. മനുഷ്യനോട് കർത്താവിൻ്റെ പ്രവചനമാണിത്. പറയുന്നതെല്ലാം പ്രവചനങ്ങളും താക്കീതുകളുമാണ്. നിങ്ങൾ ബൈബിൾ എടുത്തിട്ട് 4 സുവിശേഷങ്ങളിലൂടെ കടന്നു പോയിട്ട് ദൈവം സംസാരിച്ചത്, അതായത് ദൈവപുത്രനായ ക്രിസ്തു സംസാരിച്ചതിനെ നിങ്ങൾ ഒരു വശത്ത് എഴുതണം. അത് നിങ്ങൾ കൂടെ റിപ്പീറ്റ് ചെയ്ത് ആവർത്തിച്ച് നിങ്ങളുടെ അധരം കൊണ്ട് പറയണം. യേശുവിൻ്റെ അധരത്തിലൂടെ പുറത്തു വന്ന വചനം നിങ്ങളുടെ അധരം കൊണ്ട് നിങ്ങൾ ഉച്ചരിക്കുമ്പോൾ ആ വചനത്തിലൂടെ നിങ്ങൾ വിശുദ്ധീകരിക്കപ്പെടും, രോഗങ്ങൾ മാറും. ഹല്ലേലൂയ. ഒരു ക്യാൻസർ ഹീൽ ചെയ്യപ്പെട്ടത് ഈ ഒരു എന്താ പറയുക ഒരു ഹോം വർക്ക് കൊടുത്തപ്പോഴാണ്. ഒരു ക്യാൻസർ ഹീൽ ചെയ്യപ്പെട്ടത് ബോണിലായിരുന്ന ക്യാൻസറാണ്. വ്യക്തിത്വത്തിൽ വരുന്ന ക്യാൻസറാണ് ബോൺ ക്യാൻസർ. വ്യക്തിത്വം ആയിട്ടുള്ള പാപങ്ങൾ, വ്യക്തിപരമായിട്ടുള്ള, അതായത് വ്യക്തിത്വത്തെ ചോദ്യം ചെയ്ത പാപങ്ങൾ വന്നാൽ മാത്രമേ അങ്ങനെ ഒരു അവസ്ഥ വരുള്ളൂ ആ വ്യക്തിയിൽ, ആ ക്യാൻസർ വന്ന വ്യക്തിയിൽ. അപ്പോൾ ഞാൻ പറഞ്ഞു, വ്യക്തിത്വമാണല്ലോ വിഷയം. ബോൺ നമ്മുടെ സ്ട്രക്ചറാണ്, നമ്മളുടെ ഞാൻ എന്താണ്, ഞാൻ നിവർന്ന് നിൽക്കുന്നു എന്ന് പറയുന്ന നമ്മുടെ വ്യക്തിത്വത്തിൽ ഒരു വൈറസ് കയറുക പാടില്ല. വ്യക്തിത്വത്തിനെതിരായിട്ടുള്ള പാപമാണ് മാസ്റ്റുർബേഷൻ, സ്വയംഭോഗം. സ്വയംഭോഗം ചെയ്യുന്ന വ്യക്തികൾക്ക് വ്യക്തിത്വം ഉണ്ടാവില്ല. വ്യക്തിത്വത്തിനെതിരായിട്ടുള്ള പാപമാണ്. വ്യക്തിത്വം നിലനിർത്താൻ അവർക്ക് പറ്റില്ല. അവരങ്ങോട്ടും ഇങ്ങോട്ടും ചായുകയും ചരിയുകയും ചെയ്യും. സ്വയംഭോഗത്തിന് അഡിക്റ്റഡ് ആയിട്ടുള്ള വ്യക്തികൾ. കാരണം അത് വ്യക്തിത്വത്തിനെതിരെ വരുന്ന പാപമാണ്. നിലനിൽക്കാൻ പറ്റില്ല, പ്രാർത്ഥനയിൽ നിലനിൽക്കാൻ പറ്റില്ല. സ്വയംഭോഗം ചെയ്യുന്ന വ്യക്തികൾക്ക് ഒരിക്കലും പ്രാർത്ഥനയിൽ നിലനിൽക്കാൻ പറ്റില്ല. സ്വയംഭോഗത്തിൽ അടിമപ്പെട്ട വ്യക്തികളുടെ കുടുംബത്തിൽ എപ്പോഴും അസ്വസ്ഥതകളായിരിക്കും. അവിടെ ആരും നല്ലൊരു ലീഡർഷിപ്പിലേക്ക് ആരും വരില്ല. അങ്ങനെയുള്ള വ്യക്തികൾക്ക് ഒരിക്കലും ഒരു ലീഡർഷിപ്പ് പറ്റില്ല. കാരണം അതങ്ങനെയാണ്. ലീഡർഷിപ്പിൽ എന്തെങ്കിലും ഒരു ക്രൈസിസ് വരുമ്പോഴറിയാം അവരുടെ തനിനിറം. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു അവസ്ഥയിലാണ് കർത്താവ് പറഞ്ഞത്, ഞാൻ നിങ്ങളോട് പറയുന്നു, ഞാൻ നിങ്ങളോട് പറയുന്നു. ഈശോ നമ്മളോട് പറയുകയാണ് പ്രിയപ്പെട്ടവരെ. ഈ ഒരു പറച്ചിൽ നിങ്ങളെന്ന് പറയുന്ന ലോകത്തോട് ഞാൻ പറയുന്നു എന്ന് പറയുന്നത് പ്രവചനമാണ്, താക്കീതുകളാണ്. ആ വോൺ ക്യാൻസർ വന്ന സ്ത്രീയോട് ഞാൻ പറഞ്ഞു, ഇങ്ങനെ പ്രാർത്ഥിക്കുക. അതായത് 4 സുവിശേഷം എടുത്തിട്ട് ഒരു നോട്ട്ബുക്ക് എടുക്കുക. നോട്ട്ബുക്ക് എടുത്തിട്ട് ഈശോ പറഞ്ഞ കാര്യങ്ങളെല്ലാം എഴുതിയെടുക്കാൻ പറഞ്ഞു. ഈശോ സംസാരിച്ചത്, ഈശോ വഴക്ക് പറഞ്ഞത്, ഈശോ സ്നേഹിച്ചത്, കരുണ പുറപ്പെട്ടത്, ഈശോ എന്തെല്ലാം 4 സുവിശേഷങ്ങളിൽ പറഞ്ഞിട്ടുണ്ടോ. ചിലപ്പോൾ 2 സുവിശേഷങ്ങളിലായിട്ട് അത് തന്നെ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞിട്ടുണ്ടാവും. നോക്കരുത്, എല്ലാം എഴുതിയെടുക്കാൻ പറഞ്ഞു. ഇതെല്ലാം എഴുതിയെടുത്തിട്ട് അധരത്തിൽ ഉരുവിടാൻ പറഞ്ഞു. ഉരുവിട്ട് തുടങ്ങി. ഈ ക്യാൻസറിൻ്റെ അരൂപി ഇവരുടെ ശരീരത്തിൽ നിന്ന് വിട്ടുമാറി കംപ്ലീറ്റ്ലി ആ സ്ത്രീ ഹീലായി. ഹല്ലേലൂയ. അവിടെ പ്രവർത്തിച്ചതും പ്രാർത്ഥിച്ചതും തനിച്ചാണ്. ഞാനൊന്നും ചെയ്തിട്ടില്ല, പറഞ്ഞു കൊടുത്തേ ഉള്ളൂ. നമ്മളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അവിടെ ഒരു രോഗസൗഖ്യ വരം അവിടെ ആ സ്ത്രീയിൽ പ്രവർത്തിച്ചില്ല. പകരം ആ സ്ത്രീയിൽ തന്നെ ആ ഒരു വരം കർത്താവ് ക്രെഡിറ്റാക്കി. നമ്മളിൽ തന്നെയുണ്ട് നമ്മുടെ സങ്കീർണമായ പ്രശ്നങ്ങളുടെ ഉത്തരം നമ്മളിൽ തന്നെയുണ്ട്. കണ്ടുപിടിക്കാൻ പറ്റിയാൽ മതി. വലതുകരമുയർത്തി ഹല്ലേലൂയ, വലതുകരമുയർത്തി ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നമ്മളിൽ തന്നെയുണ്ട് പ്രിയപ്പെട്ടവരെ. നമ്മളുടെ പല ചോദ്യങ്ങൾക്കുള്ള ഉത്തരം ദൈവത്തോട് ചോദിക്കണ്ട, നിങ്ങളിൽ തന്നെ അതിനുള്ള ആൻസറുണ്ട്.
നിങ്ങൾ വചനം എടുത്ത് വായിക്കാത്തത് കൊണ്ടാണ് പലതിനും നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റാത്തത്. ദൈവം ചോദിക്കുന്ന പല ചോദ്യങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റാത്തത് നിങ്ങൾ വചനം വായിക്കാത്തത് കൊണ്ടാണ്. വചനം വായിക്കണം, വചനത്തിൽ നിറയണം, വചനം നിറയണം, വചനമായിട്ട് നിങ്ങൾ മാറണം. ദൈവവചനം നിങ്ങളിൽ മാംസം ധരിക്കണം. ദൈവത്തിൻ്റെ തിരുവചനം നിങ്ങളിൽ മാംസം ധരിക്കാൻ നിങ്ങൾ നിങ്ങളെ തന്നെ ദൈവസമക്ഷം വിട്ടുകൊടുക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവസമക്ഷം നിങ്ങൾ നിങ്ങളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കണം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ നിങ്ങൾ നയിക്കപ്പെടണമെങ്കിൽ വചനത്തിലാണ് ശക്തി കിടക്കുന്നത്. വചനത്തിൽ വിടുതലുണ്ട്. വിടുതൽ കിട്ടിയെങ്കിൽ ആ പരിശുദ്ധാത്മാവ് നിറയുള്ളൂ. പരിശുദ്ധാത്മാവ് നിറയണമെങ്കിൽ ആദ്യം വചനം വായിച്ച് കീറി മുറിയപ്പെടണം. ഒരു ബലി അർപ്പിച്ചാൽ ബലിയിൽ ആദ്യം മുറിയുന്നത് വചനവും രണ്ടാമത് മുറിയുന്നതാണ് പരിശുദ്ധ അപ്പം. ഏറ്റവും ആദ്യം മുറിയപ്പെടുന്ന ദൈവത്തിൻ്റെ വചനമാണ് ബലിയിൽ. രണ്ടാമതേ ക്രിസ്തുവിൻ്റെ തിരുശരീരം മുറിയപ്പെടുന്നുള്ളൂ. ഏറ്റവും ആദ്യം വചനം മുറിയപ്പെടുന്നുണ്ട്. ഞായറാഴ്ചകളിലെ ബലിയിൽ ആദ്യം ഹോംലി, അത് ആദ്യം വചനം കൊടുത്ത് വചനത്തെ കീറി മുറിച്ചതിന് ശേഷമാണ് കർത്താവ് മുറിയപ്പെടുന്നുള്ളൂ. പ്രിയമുള്ള ദൈവജനമേ, അതുകൊണ്ട് വചനം നമ്മളിലേക്ക് കടന്നു വന്ന് നമ്മളിൽ മുറിയപ്പെട്ടതിന് ശേഷമേ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം നമ്മളിൽ സ്വീകരിക്കപ്പെടുന്നുള്ളൂ. അതുകൊണ്ട് വചനം നിങ്ങൾ എല്ലാ ദിവസവും വായിക്കുമ്പോൾ ഇന്ന് എവിടെന്നെങ്കിലും ഒരു പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം കിട്ടാൻ വഴിയുണ്ട്. പക്ഷേ അതിന് നിങ്ങൾക്ക് ഒരുക്കമില്ലാതിരിക്കുന്ന എപ്പോഴാണെന്നറിയോ? വചനം വായിക്കാത്ത വ്യക്തിയെ സംബന്ധിച്ച് പരിശുദ്ധാത്മാവിൻ്റെ നിറവ് അസാധ്യമാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് ഇന്ന് രാത്രി നിങ്ങൾ കിടക്കുമ്പോൾ ഉറക്കം കുറച്ച് വചനം വായിക്കാൻ ഇരിക്കുന്നത് കൂട്ടുക. അപ്പോൾ നാളെ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേക പ്രാർത്ഥനയുടെ സമയത്ത് നിങ്ങളിലേക്ക് വചനം അഭിഷേകമായിട്ട് പരിശുദ്ധാത്മാവായിട്ട് നിങ്ങളിൽ നിറയപ്പെടും. നാളെയാണ് അഭിഷേക പ്രാർത്ഥന കൈവപ്പ് പുരോഹിതൻ ചെയ്യുന്നത്. അത് ചെയ്യുമ്പോൾ പ്രിയപ്പെട്ട ദൈവജനമേ, നിങ്ങളിൽ വചനം കൊണ്ട് കീറിമുറിയപ്പെട്ട തലം നിങ്ങളിലുണ്ടെങ്കിൽ അഭിഷേകം ചെയ്യപ്പെടുമ്പോൾ നിങ്ങളിലേക്ക് അത് ഇറങ്ങാൻ ഇടവരുത്തും. വചനം വായിക്കാതെ കേൾക്കുക മാത്രം ചെയ്തിട്ടാണ് നിങ്ങളിവിടെ ഇരിക്കുന്നതെങ്കിൽ അഭിഷേക പ്രാർത്ഥനയുടെ സമയത്ത് നിങ്ങൾക്ക് ഒരു എഫക്റ്റും ഉണ്ടാവില്ല, ഒരു ഫീല് നിങ്ങൾക്ക് കിട്ടുകയുമില്ല. വചനം വായിക്കണം. സാധിക്കുന്നത്രയും വചനം ഫ്രീ ടൈം കിട്ടുമ്പോഴെല്ലാം നിങ്ങൾ കുത്തിയിരുന്ന് വായിക്കണം. ഫ്രീ ടൈം കിട്ടുമ്പോഴെല്ലാം വചനം ഇരുന്ന് വായിക്കണം. പേഴ്സണൽ ബൈബിൾ ഉണ്ടാവണം. ഇരുന്ന് വായിച്ച് ധ്യാനിച്ചതിന് ശേഷം ധ്യാനത്തിൻ്റെ ഫൈനൽ ഡേയിൽ അഭിഷേക പ്രാർത്ഥന എവിടെയാണെങ്കിലും ധ്യാനം കൂടുമ്പോഴെല്ലാം അഭിഷേക പ്രാർത്ഥന ചെയ്യുമ്പോൾ നിങ്ങളിലേക്ക് പരിശുദ്ധാത്മാവ് അതിൻ്റെ ഇരട്ടി ചൊരിയപ്പെടും. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അവൻ പറയുന്നതിനാൽ മാറി കടലിൽ ചെന്ന് വീഴുക എന്ന് പറയുകയും ഹൃദയത്തിൽ ശങ്കിക്കാതെ താൻ പറയുന്നത് സംഭവിക്കുമെന്ന് വിശ്വസിക്കുകയും ചെയ്താൽ അവന് അത് സാധിച്ചു കിട്ടും. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ആരെങ്കിലും ഈ മലയോട് ഇവിടെ നിന്ന് മാറി കടലിൽ ചെന്ന് വീഴുക എന്ന് പറയുകയും, അവിടെ ഈശോ ശിഷ്യന്മാരിനെ കുറിച്ച് പറയുന്നില്ല, ആരെങ്കിലും പറഞ്ഞാൽ മതി. ഹല്ലേലൂയ. ഇത് തന്നെയാണ് മർക്കോസ് 16, 17, 18, 19 വാക്യങ്ങളിൽ പറയുന്നത്. വിശ്വസിക്കുന്നവരോടുകൂടെ ഈ അടയാളങ്ങൾ കാണപ്പെടുമെന്ന് പറയുന്നതും അതുതന്നെയാണ്. ഇവിടെയും ഈശോ പറയുന്നത് നിങ്ങൾ ഈ മലയോട് മാറാൻ പറയുമ്പോഴല്ല, ആരെങ്കിലും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആരെങ്കിലും, അവിടെ പ്രാർത്ഥിക്കുന്ന വ്യക്തിയെന്നോ ആരാധിക്കുന്ന വ്യക്തിയെന്നോ ഈശോ പറഞ്ഞിട്ടില്ല. ആരുമാകാം, വിശ്വാസം ഉണ്ടായാൽ മതി. ഹല്ലേലൂയ. വിജാതീയനോ സ്വജാതീയനോ നോ, ആരുമാകാം. വിശ്വസിക്കണം. എന്തിന് വിശ്വസിക്കണം? ദൈവത്തിൽ വിശ്വസിക്കണമെന്നല്ല, പറയുന്ന കാര്യത്തിൽ വിശ്വാസം ഉണ്ടാവണം. ഈശോ പറയുന്നതാ, നീ പറഞ്ഞ കാര്യത്തിൽ നിനക്ക് വിശ്വാസം ഉണ്ടാവണം. നീ പറഞ്ഞ കാര്യം നീ വിശ്വസിക്കുന്നെങ്കിൽ നീ പറയുന്നത് വചനമായിട്ട് കോട്ട് ചെയ്ത് വേണം നീ പറയാൻ. അപ്പോൾ നിനക്കതിൽ വിശ്വസിക്കാൻ പറ്റും. ഹല്ലേലൂയ. നിങ്ങൾ ഈ വചനം ശ്രദ്ധിച്ചു വായിച്ചാൽ അത് മനസ്സിലാകുള്ളൂ. ആരെങ്കിലും ഈ മലയോട് ഇവിടെ നിന്നു മാറി കടലിൽ ചെന്ന് വീഴുക എന്ന് പറയുകയും, ആരെങ്കിലും ഈ മലയോട്, ആരെങ്കിലുമാ. അവിടെ പ്രാർത്ഥനയുടെ മേമ്പൊടി കർത്താവ് ആവശ്യപ്പെടുന്നില്ല. അവിടെ എന്താ ഈശോ നോക്കുന്നത്? പറയുന്നതിൽ വിശ്വസിക്കണം, കൽപ്പിക്കുന്നതിൽ വിശ്വസിക്കണം. ഈശോ അത്തിവൃക്ഷത്തെ ശപിച്ചപ്പോൾ അത് ഉണങ്ങിപ്പോയതുമായിട്ട് ബന്ധപ്പെട്ടാണ് ഈ വചനം വരുന്നത്. അതായത്
നമ്മൾ പറഞ്ഞാൽ അത് പറഞ്ഞതായിരിക്കണം. ഇത് നടന്ന് കഴിഞ്ഞു. കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ എനിക്ക് അസുഖം വരില്ല. ഞാനത് ശങ്കിക്കുന്നില്ല, ഞാനത് വിശ്വസിക്കുന്നുണ്ട്, ഞാനത് ഏറ്റു പറഞ്ഞു, പിന്നെ ഞാനതിലേക്ക് തിരിഞ്ഞ് നോക്കുന്നില്ല. ഇതാണ് വിശ്വാസം. യേശുവേ, നിന്നോട് ഞാൻ പ്രാർത്ഥിക്കുന്ന എൻ്റെ രോഗം മാറ്റണേ. എന്നിട്ട് നമ്മൾ പറയുന്നത് എന്താ? മാറോ? ഉറപ്പുണ്ടോ? നമ്മളിത് ചിന്തിക്കും. ഇവിടെ വിശ്വാസമില്ല. കർത്താവിന് സുഖപ്പെടുത്തുമോ എന്ന് ചോദിക്കുന്നവന് വിശ്വാസമില്ലാത്തവനാ. അവന് സൗഖ്യം കിട്ടില്ല. വെറും ഫൂളാ. വിശ്വസിക്കാത്തവൻ വെറും വെട്ടിയാണ് പ്രിയപ്പെട്ടവരെ. അവനിങ്ങനെ കാലാകാലങ്ങളോളം മറ്റുള്ളവരുടെ എന്താ പറയുക, എന്തെങ്കിലും അപ്പം പ്രതീക്ഷിച്ച് അവരുടെ ഓച്ചാനിച്ച് നിൽക്കേണ്ട അവസ്ഥയിൽ എന്നും ജീവിക്കേണ്ടി വരും. വിശ്വസിക്കുന്നവൻ ഒരുവൻ്റെ മുന്നിൽ ഓച്ചാനിച്ച് നിൽക്കില്ല. അവൻ്റെ വിശ്വാസമാണ് അവൻ്റെ ബലം എന്ന് പറയുന്നത്. ഹല്ലേലൂയ. വലതുകരമുയർത്തി ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. വിശ്വാസമാണ് എൻ്റെയും നിങ്ങളുടെയും ബലം. പറയുന്നതിൽ വിശ്വാസം എന്ന് പറയുന്ന ക്രിസ്തു അല്ലെങ്കിൽ ദൈവം ഉണ്ടാവണം. പറയുന്നതിൽ ദൈവം എന്ന് പറയുന്ന വിശ്വാസം ഉണ്ടാവണം. പറയുന്നതിൽ ദൈവം എന്ന് പറയുന്ന വിശ്വാസം ഉണ്ടാവണം. ഞാൻ പറയുന്നതിൽ നിനക്ക് സൗഖ്യം കിട്ടും. ഞാൻ പറഞ്ഞു നിനക്ക് സൗഖ്യം കിട്ടും. അവന് വിശ്വാസമില്ല, പക്ഷെ എനിക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ എൻ്റെ വിശ്വാസത്തെ പ്രതി അവനിൽ സൗഖ്യം തമ്പുരാൻ കൊടുക്കും. ഹല്ലേലൂയ. 4 പേര് ഒരു കുഷ്ഠരോഗിയെ, ഒരു തളർവാദ രോഗിയെ മേൽക്കൂര പൊളിച്ച് കർത്താവിൻ്റെ മുന്നിലേക്ക് ഇറക്കി. ആ 4 പേരുടെ വിശ്വാസം കണ്ട് കർത്താവ് തളർവാദ രോഗിയോട് പറഞ്ഞു, നിന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു, എഴുന്നേറ്റ് കിടക്കയും കൊണ്ടുപോയിക്കോ. 4 പേരുടെ വിശ്വാസം കണ്ട്, 4 പേരുടെ വിശ്വാസം, 4 പേര്. പ്രിയമുള്ള ദൈവജനമേ, ഇതാണ് വിശ്വാസം എന്ന് പറയുന്നത്. അനുഗ്രഹം പ്രാപിക്കേണ്ട വ്യക്തിക്കില്ലെങ്കിലും കൊണ്ടുവരുന്ന വ്യക്തിക്കുണ്ടായാൽ മതി. ഹല്ലേലൂയ. ഇത് തന്നെയാണ് ശുശ്രൂഷ ജീവിതം. നിങ്ങൾ ആരെങ്കിലേക്ക് ധ്യാനത്തിന് നിർബന്ധിക്കുക, ആ വ്യക്തി വരുന്നില്ല ധ്യാനത്തിന്, പക്ഷെ നിങ്ങൾ എങ്ങനെയെങ്കിലും കെട്ടിവലിച്ച് കൊണ്ടുവന്ന് ഇവിടെ ഇരുത്തി നിങ്ങളുടെ വിശ്വാസം കണ്ട് അവിടെ ദൈവത്തിന് പ്രവർത്തിക്കാൻ പറ്റും. ഇതിനെയാണ് ശുശ്രൂഷ ജീവിതം എന്ന് പറയുന്നത്. ഒരാളും ധ്യാനത്തിന് വരാൻ താല്പര്യം കാണിക്കില്ല, പിന്നെ അത്രയും ഡീപ്പ് സ്ലീപ്പ് കിട്ടണമെന്നുള്ളവർ മാത്രമേ ധ്യാനത്തിന് വരാറുള്ളൂ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഡീപ്പ് സ്ലീപ്പാണ്. ചെവി പൊട്ടുന്ന രീതിയിൽ സ്തുതിച്ചിട്ടും നല്ല ഉറക്കമാണ്. റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്ത് എവിടെയെങ്കിലും ആയിരിക്കും വീട്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ഇത്രയും ചെവി പൊട്ടുന്ന രീതിയിൽ പറഞ്ഞാലും ഇതുപോലെ ഉറങ്ങാൻ പറ്റണമെങ്കിൽ, അല്ലെങ്കിൽ ഒടുക്കുക അല്ല വെടിമരുന്ന് പ്രയോഗക്കാരുടെ മക്കളായിരിക്കും നിങ്ങൾ, അല്ലെങ്കിൽ വല്ല വെളിച്ചപ്പാടിൻ്റെ മക്കളായിരിക്കും. അതുപോലെ തുള്ളിക്കൊണ്ട് നിന്നാലും ഉറങ്ങാൻ പറ്റണമെങ്കിൽ എനിക്കറിയില്ല പ്രിയപ്പെട്ടവർ, ഇത്രയും സ്മൂത്തായിട്ട് നിങ്ങൾ ഉറങ്ങുന്നത് നിങ്ങളെ സംബന്ധിച്ച് എനിക്ക് കൊതിയാണ്. എനിക്ക് കണ്ടിട്ട് നിങ്ങളൊക്കെ ഉറങ്ങിയിട്ട് എത്ര ദിവസം എന്നറിയോ. ഇതുപോലെയൊക്കെ ഉറങ്ങാനുള്ള കൃപ ലഭിച്ചിരുന്നെങ്കിൽ ഭയങ്കര കൃപയാണ് നിങ്ങൾക്ക്, അല്ലാത്തൊരു കൃപയാണ്. ആരോട് പ്രാർത്ഥിച്ചാണ് ഈ കൃപ സ്വന്തമാക്കുക എന്നുള്ളതാണ് ഞാൻ അടുത്ത ചോദ്യം. അതാണ്. ഹല്ലേലൂയ. കാരണം വചനം കേൾക്കുമ്പോൾ ഉറങ്ങണമെങ്കിൽ ആരോട് പ്രാർത്ഥിച്ചാലാണ് ആ കൃപ കിട്ടുന്നത്? ആരെ ആരാധിച്ചാലാണ് ആ കൃപ കിട്ടുന്നത്? ഈ ഉറങ്ങുന്നവരെ കുറിച്ച് ഞാൻ ചിന്തിക്കുന്ന അതാ. വചനം കേൾക്കുമ്പോൾ ഉറങ്ങണമെങ്കിൽ നിങ്ങൾ ആരാധിക്കുന്ന സ്പിരിറ്റ് ഏതായിരിക്കും? നിങ്ങൾ ഉറങ്ങുമ്പോൾ ഞാൻ നിങ്ങളെ അളക്കുന്നുണ്ട്. കാരണം ഇന്ന് രാത്രി നിങ്ങൾ എന്നെ കാണാൻ വരും, ഇല്ലേ? വരും. ഇന്നലെ രാത്രി വന്നവരോട് ചോദിക്കുക, അവർ പറയും ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. വരും, വരാതിരിക്കില്ലല്ലോ. അവിടെ ഇട്ട് ഞാൻ പോസ്റ്റ്മോർട്ടം ചെയ്യും. അവിടെ ഇട്ട് ഞാൻ പോസ്റ്റ്മോർട്ടം ചെയ്യും പ്രിയപ്പെട്ടവരെ. ഇപ്പോൾ ഉറങ്ങിക്കോ, അല്ലെങ്കിൽ അതിനുശേഷമുള്ള ഉറക്കം പോകാതിരിക്കാൻ ഇപ്പോൾ ഉറങ്ങിക്കോ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമുക്ക് തന്നിരിക്കുന്ന, ഞാൻ വീണ്ടും പറയുന്നു, നമുക്ക് തന്നിരിക്കുന്ന ഏറ്റവും വലിയ കൃപ വിശ്വാസമാണ്. അത്ഭുത പ്രവർത്തന വരവും വിശ്വാസത്തിൻ്റെ വരവും സമന്വയിക്കുമ്പോഴാണ് അത്ഭുത രോഗസൗഖ്യ വരം ഒരു ശുശ്രൂഷകന് ലഭിക്കുകയുള്ളൂ. അത്ഭുത പ്രവർത്തന വരവും വിശ്വാസത്തിൻ്റെ വരവും സമന്വയിക്കുമ്പോഴാണ് അത്ഭുത രോഗസൗഖ്യ വരം കിട്ടുള്ളൂ. അത്ഭുത പ്രവർത്തന വരവും വിശ്വാസത്തിൻ്റെ വരവും സമന്വയിച്ചാൽ മാത്രമേ പൈശാചിക ശക്തികളെ തുരത്താനുള്ള കൃപ വ്യക്തികൾക്ക് ലഭിക്കുകയുള്ളൂ. ഏതിനോട് ചേർന്നും വിശ്വാസത്തിൻ്റെ വരമില്ലെങ്കിൽ ശുശ്രൂഷ ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ പറ്റില്ല. എത്ര വലിയ വരം ഒരു ശുശ്രൂഷകന് ലഭിച്ചാലും വിശ്വാസത്തിൻ്റെ വരമില്ലെങ്കിൽ
ഒരു ശുശ്രൂഷകനും ക്ലച്ച് പിടിക്കത്തില്ല. പലരിലും ഉണ്ടാകും ശുശ്രൂഷിക്കാനുള്ള കൃപയും അഭിഷേകവും. പക്ഷെ അവരിൽ വിശ്വാസത്തിൻ്റെ വരം പ്രതികൂല സാഹചര്യങ്ങൾ ദൈവം അവർക്ക് കൊടുത്താണ് വളർത്തുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവ് അഭിഷേകം കൊടുക്കും. കൈവെക്കുമ്പോൾ രോഗികൾ സുഖപ്പെടാനുള്ള അഭിഷേകം കിട്ടും. വരമായിട്ടത് മാറണമെങ്കിൽ അവനൊരു ടെസ്റ്റ് പേപ്പർ അറ്റൻഡ് ചെയ്യണം, ഒരു ഇൻ്റർവ്യൂ പാസ്സാവണം. അത് വിശ്വാസം എന്ന് പറയുന്ന സർട്ടിഫിക്കറ്റ് കിട്ടാനാണ്. അതിന് ദൈവം കൊടുക്കുന്നതെന്നറിയോ? ഒരു സഹനം കൊടുത്തിട്ട് സഹനത്തെ അതിജീവിക്കണം കൃപയിൽ നിൽക്കുമ്പോൾ. അത് വലിയൊരു ടാസ്ക്കാണ് പ്രിയപ്പെട്ടവരെ. അതിനെ അതിജീവിച്ച് കഴിയുമ്പോൾ ശുശ്രൂഷകന് കിട്ടുന്നതാണ് വിശ്വാസത്തിൻ്റെ വരം. ഈ വിശ്വാസത്തിൻ്റെ വരം വെച്ചിട്ടാണ് ശുശ്രൂഷകൻ പിന്നെ എങ്ങോട്ട് വെച്ച് അലക്കുന്നത്. ഇത് കിട്ടിയില്ലെങ്കിൽ ഈ സഹനത്തിലൂടെ ഈ ഒരു പരീക്ഷ പാസ്സായി അവൻ ആ വിശ്വാസത്തെ കൈമുതലായിട്ട് കിട്ടിക്കഴിഞ്ഞാൽ അവനിൽ പിന്നെ ഏത് കൃപയും വർക്ക് ചെയ്യും. ഹല്ലേലൂയ. കാരണം വിശ്വാസം എന്ന് പറയുന്നത് ക്രിസ്തു തന്നെയാണ്. വിശ്വാസം എന്ന് പറയുന്നത് ക്രിസ്തു തന്നെ. അതുകൊണ്ടാണ് ഇവിടെ ഈശോ പറയുന്നത് ആരെങ്കിലും എന്നെടുത്ത് പറയുന്നത് കൊണ്ടാണ്. ആരെങ്കിലും ഈ മലയോട് എന്നാ പറയുന്നത്, നിങ്ങൾ തന്നെയല്ല, ശിഷ്യന്മാർ തന്നെയല്ല, ആരെങ്കിലും ഈ മലയോട് ഇവിടെ നിന്ന് അടർന്ന് കടലിൽ ചെന്ന് പതിക്കുക എന്ന് പറയുകയും താൻ പറഞ്ഞ കാര്യം ഹൃദയത്തിൽ ശങ്കിക്കാതെ നടക്കുമെന്ന് വിശ്വസിക്കുകയും ചെയ്താൽ അത് നടക്കുക തന്നെ ചെയ്യും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. മറ്റൊരു വചനത്തിൽ അവൻ പറയുന്നു, കടുകുമണിയോളം വിശ്വാസമുണ്ടെങ്കിൽ ഈ മലയോട് മാറാൻ പറഞ്ഞാൽ അത് മാറും. മല പ്രാർത്ഥനയാണ്. കടലിൽ ചെന്ന് പതിക്കണം. പ്രിയപ്പെട്ട ദൈവജനമേ, നമ്മുടെ ജീവിതത്തിലും ഇതുപോലെ ചില വിശ്വാസത്തിൻ്റെ പരീക്ഷണങ്ങൾ ദൈവം നമുക്ക് തരും. നമ്മൾ വീണു പോകുന്നിടത്ത് കർത്താവ് ചില വിശ്വാസത്തിൻ്റെ പരീക്ഷണങ്ങൾ തരും. പിടിച്ചു നിൽക്കാൻ ദൈവം തരുന്ന പരീക്ഷണങ്ങളിൽ പിടിച്ചു നിന്നാൽ അത് കൃപയാണ്. ചില കുടുംബങ്ങളിൽ ചില സഹനങ്ങളുടെ തീച്ചൂള എന്ന് പറഞ്ഞാൽ കുറഞ്ഞു പോകും. അതുപോലുള്ള അവസ്ഥകൾ കൊടുക്കുന്ന ചില കുടുംബങ്ങളുണ്ട്. കർത്താവ് വെച്ച് വാഴുന്ന, കർത്താവ് വസിക്കുന്ന കുടുംബം എന്ന് അവരെ വിളിക്കാൻ പറ്റും. ദൈവം കൊടുത്ത സഹനങ്ങളാണ്. അവരുടെ പാപത്തിൻ്റെ പ്രതിഫലമെന്നോണം വന്ന സഹനങ്ങളല്ല, ദൈവം കൊടുക്കുന്ന സഹനങ്ങളുണ്ട്. നല്ല രസമാണ് അത് കാണാനായിട്ട്. നമ്മൾ അവരുടെ അടുത്ത് ചെന്നിരുന്നിട്ട് പറയും, മാറാൻ പ്രാർത്ഥിക്കല്ലേ, ഇപ്പോൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് ഞാൻ അവരോട് പറയും. അവരെന്നോട് പറയും, ബ്രദറെ ഇങ്ങനെ സഹനമാണ്, ഇങ്ങനെയാണ് ജീവിതത്തിൻ്റെ അവസ്ഥ ഇതാണെന്ന് പറയുമ്പോൾ ഞാൻ പറയും, ഞാനിത് മാറാൻ വേണ്ടി പ്രാർത്ഥിക്കില്ല. ഒരു കാര്യം ചെയ്യും, ഇപ്പോൾ ഈ സഹനത്തിൽ നിന്നുകൊണ്ട് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പറയും. കാരണം ആ സഹനത്തിൽ നിന്ന് ആർക്ക് വേണ്ടി പ്രാർത്ഥിച്ചാലാന്ന് യോഗം നടക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങനെ കുറച്ച് പേരെ സഹനത്തിൽ കർത്താവ് വിട്ടിട്ടുണ്ട്. ഞാനായിട്ടത് മാറ്റാനും നിൽക്കാറില്ല. ഇവരെൻ്റെ അടുത്ത് പ്രയർ റിക്വസ്റ്റായിട്ട് വരാറുമുണ്ട്. ഹല്ലേലൂയ. അതാണ് ഞാൻ പറഞ്ഞത്. പ്രാർത്ഥനയും കൃപയെന്ന് പറയുന്ന ഒരുതരം ബിസിനസ്സാണ്. ആ ബിസിനസ് വിവേകത്തോടെ ചെയ്യണം. കർത്താവിനെ ആരെങ്കിലും കർത്താവിനെ നൽകപ്പെട്ടവരുണ്ട്. കർത്താവിനെ ഈശോ പറഞ്ഞു, നീ എന്നെ ഞാൻ നിനക്ക് തരിക എന്ന് പറഞ്ഞുകൊണ്ട് ആർക്കെങ്കിലും ഈശോ തന്നെ കൊടുക്കുന്നുണ്ടെങ്കിൽ ആ കുടുംബത്തെ നോക്കി അറിയാം 4 വശത്തുനിന്ന് അവർക്ക് സഹനങ്ങളായിരിക്കുള്ളൂ. ഈ 4 വശത്തുനിന്നുള്ള സഹനങ്ങൾ ആ കുടുംബത്തിലുണ്ടെങ്കിൽ ഈശോ തന്നെ ആ കുടുംബത്തിന് കൊടുത്തിട്ടുണ്ടെന്നുള്ളത് നമുക്ക് ഉറപ്പിക്കാൻ പറ്റും. ഈശോ തന്നെ ആ കുടുംബത്തിന് സമ്മാനമായിട്ട് കൊടുത്തു എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. ഈ സഹനത്തിൻ്റെ പ്രത്യേകത എന്താണെന്നറിയോ? അവരൊരിക്കലും പരിശുദ്ധ കുർബാന മുടക്കില്ല. അതാണ് ക്രിസ്തു കൊടുക്കുന്ന സഹനത്തിൻ്റെ പ്രത്യേകത. ക്രിസ്തു കൊടുക്കാത്ത സഹനമാണെങ്കിൽ ഒരു കാലഘട്ടം കഴിയുമ്പോൾ അവർ ദൈവത്തിൽ നിന്ന് അകന്നു പോകും. അതാണ് ക്രിസ്തു കൊടുക്കാത്ത സഹനം. ദൈവത്തെ പെറുപിറുക്കും, ദൈവത്തോട് മറുതലിക്കും, ദൈവത്തെ കുറ്റപ്പെടുത്തും. ഇങ്ങനെയാണ് സഹനങ്ങൾ നേരിടുന്നതെങ്കിൽ അത് ക്രിസ്തു കൊടുക്കുന്ന സഹനമല്ല. ക്രിസ്തു കൊടുക്കുന്ന സഹനമാണെങ്കിൽ കൂടുതൽ ഭക്തിയിലേക്ക് അവർ വരും. പരിശുദ്ധ ബലി അവർ മുടക്കത്തില്ല, കുടുംബ പ്രാർത്ഥന അവർ മുടക്കില്ല. എന്ത് സഹനം വന്നാലും എന്ത് തന്നെ വന്നാലും അവരായിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് ഒരിക്കലും അവർ മാറില്ല. അങ്ങനെയുള്ള സഹനമുള്ള കുറേ കുടുംബങ്ങളെ എനിക്കറിയാം. ആ സഹനമുള്ള കുടുംബങ്ങളിൽ വരുന്ന വ്യക്തികളെ ഒരിക്കലും ഞാൻ ആ സഹനത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവരാൻ ഞാനായിട്ട് ശ്രമിക്കാറില്ല. കാരണം അവരെ കൊണ്ട് സഭയ്ക്ക് ആവശ്യമുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ചില പ്രത്യേക ക്രൈസിസുകൾ, പുറത്തു പറയാൻ പറ്റാത്ത ചില പ്രത്യേക പ്രയർ ഇൻറ്റൻഷൻസ് വരുമ്പോൾ ഞാൻ ഇവർക്കിട്ട് കൊടുക്കും. അവർ പ്രാർത്ഥിക്കും, അത് നടക്കുകയും ചെയ്യും. പുറത്തു പറയാൻ പറ്റാത്ത കുറേ ഇൻറ്റൻഷൻസ് കയ്യിൽ വരാറുണ്ട് പലരുടെയും.
അപ്പോൾ അത് നമുക്ക് ഒരു പബ്ലിക് ഗ്രൂപ്പിന് അത് കൊടുത്തിട്ട് ഈ ഒരു നിയോഗത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അങ്ങനത്തെ ഇൻറ്റൻഷൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഇൻറ്റൻഷൻസ് വരുമ്പോൾ ഞാൻ ഇങ്ങനെയുള്ളവരെ വിളിച്ചിട്ട് ഞാൻ പറയും ഇതിനുവേണ്ടി പ്രാർത്ഥിക്കാൻ പറയും. അവർ പ്രാർത്ഥിക്കുമായിരുന്നു, അത് നടക്കുകയും ചെയ്യും. അതിൽ പ്രത്യേകിച്ച് വിധവകൾ നമ്മൾക്ക് സഭയുടെ ഏറ്റവും വലിയ അസറ്റാണ് വിധവകൾ എന്ന് പറഞ്ഞാൽ 60 മുകളിൽ പ്രായമുള്ള വിധവകളാണ്. 30 വിധവയായതല്ല, 60 മുകളിൽ പ്രായമുള്ള ഭർത്താവ് നോർമൽ ഡെത്തിൽ മരിച്ചുപോയ, രണ്ടാമത് വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കാത്തതിനെയാണ് വിധവ എന്ന ലിസ്റ്റിൽ പെടുത്തുള്ളൂ. അല്ലാത്തൊന്നും വിധവകളല്ല. അങ്ങനെയുള്ള വിധവകളെ സംബന്ധിച്ച് അസറ്റാണ് അവർ. കാരണം അവരുടെ പ്രാർത്ഥനയ്ക്ക് ദൈവത്തിൻ്റെ സന്നിധിയിൽ ഇരട്ടി സ്പീഡ് കൂടുതൽ അവരുടെ പ്രാർത്ഥനയ്ക്ക്. ഞാനിപ്പോൾ ഒരു പ്രാർത്ഥന ദൈവത്തിൻ്റെ സന്നിധിയിൽ എത്തിക്കാൻ 2 ദിവസം എടുത്താൽ വിധവയ്ക്ക് അതിന് 1 ദിവസം മതി. നമ്മളുടെ പ്രാർത്ഥനയുടെ ഇരട്ടി സ്പീഡ് കിട്ടും അവർക്ക്. നിങ്ങൾക്ക് നാളെ ഇൻ്റർവ്യൂ ആണ്, ഇന്ന് 1 ദിവസമുണ്ട്, നിങ്ങൾ ശരിക്കും പ്രിപ്പയർഡ് ആയിട്ടില്ല, വിധവകളോട് പറയണം എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ. ഇരട്ടി സ്പീഡാണ്. ഒറ്റ ദിവസം കൊണ്ട് അവർ ആ ഇൻ്റർവ്യൂ നിങ്ങൾക്ക് പാസ്സാക്കി തരും. അതാണ് വിധവ. യോഗ്യത ഉണ്ടാവണം. വിധവ എന്ന് പറയുന്നത് ഒരു യോഗ്യതയാണ്. ഹല്ലേലൂയ. അതൊരു ദൈവവിളിയാണ്. വിധവ എന്ന് പറയുന്നത് ദൈവവിളിയാണ്. ആ വിധവ എന്ന് പറയുന്ന ദൈവവിളിയിലേക്ക് പ്രവേശിച്ച സ്ത്രീ ആർക്കെല്ലാം വേണ്ടി പ്രാർത്ഥിക്കുന്നുവോ നടക്കും. പ്രിയപ്പെട്ടവരെ, നടക്കും. എനിക്ക് പരിചയമുള്ളൊരു അമ്മയുണ്ടായിരുന്നു. അമ്മ ഇപ്പോൾ എവിടെയാണെന്ന് അറിയില്ല. ഞാനന്ന് പരിചയപ്പെട്ട സമയത്ത് കൊല്ലം ഭാഗത്താണ്. ഞാനന്ന് സ്ഥിരം സന്ദർശകനായിരുന്നു ഈ അമ്മയുടെ വീട്ടിൽ. ഒരു 70+ വയസ്സുണ്ട് അവർക്ക്. മകനൊരെണ്ണം അച്ഛനാവാൻ പോയി. ഒരു മകളുടെ വിവാഹം കഴിഞ്ഞ് അവർ വിദേശത്താണ്. മകൻ പുരോഹിതനാകാൻ പോയി. ഞാനിവരെ കാണാൻ വേണ്ടി ചെല്ലുമ്പോൾ ഇവർക്ക് വീടില്ല. ഒരു ഷീറ്റ് ഇങ്ങനെ വലിച്ചു കെട്ടി അതിന് താഴത്തെ 2 അടപ്പും ഒരു കട്ടിലും, അതാണ് വീട് എന്ന് പറയാൻ പറ്റുന്നൊരവസ്ഥ. ആരും സഹായിക്കില്ല. എല്ലാവരും ഇവരോട് പ്രാർത്ഥനാ സഹായം ചോദിച്ചിട്ട് പോവും. പ്രാർത്ഥിക്കുക അവരെല്ലാവർക്കും വേണ്ടി. ഇവരുടെ ഭവന നിർമ്മാണത്തിനും ആരും സഹായിക്കില്ല. അപ്പം ഞാനിങ്ങനെ കുറച്ച് ഫണ്ട് കളക്ട് ചെയ്ത് ഇവർക്ക് കൊടുക്കാമെന്നുള്ളൊരു ധാരണയിൽ ഞാൻ ചെല്ലുമ്പോൾ ഈശോ പറഞ്ഞ് ചെയ്യരുതെന്ന് പറഞ്ഞു. അവരങ്ങനെ കിടക്കട്ടെ. കാരണം ആ അവസ്ഥയിൽ അവരനുഭവിക്കുന്ന പീഡയിൽ നിന്ന് കർത്താവ് കുറേ ആത്മാക്കളെ നേടിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മളെല്ലാവരെയും സഹായിക്കരുത് കർത്താവിനോട് ചോദിക്കാതെ. ചില സഹായം അസ്ഥാനത്തായി പോകും. ദൈവം കൊടുത്ത സഹനമാണെങ്കിൽ സഹായിക്കാൻ ചെല്ലല്ലേ, വിവരം അറിയും. നിങ്ങളുടെ കുടുംബത്തിൽ നിന്ന് വില ഈടാക്കും കർത്താവ്. നിങ്ങളുടെ കുടുംബത്തിൽ നിന്ന് വില ഈടാക്കും. എല്ലായിടത്തും കയറി സഹായിക്കരുത്. മറ്റുള്ളവരുടെ എല്ലാവരുടെയും കണ്ണുനീര് കാണുമ്പോൾ നിങ്ങൾ കണ്ണുനീര് ഒഴുക്കരുത്. ചില കണ്ണുനീരിന് കർത്താവ് കൊടുത്ത് നിങ്ങൾ സന്തോഷിക്കേണ്ട മറ്റുള്ളവരുടെ കണ്ണുനീരുണ്ട്. നിങ്ങൾ സങ്കടപ്പെടേണ്ട മറ്റുള്ളവരുടെ കണ്ണുനീരിലേ നിങ്ങൾ സങ്കടം കാണിക്കാവൂ. നിങ്ങൾ സന്തോഷിക്കേണ്ട മറ്റുള്ളവരുടെ കണ്ണുനീരുണ്ട്. കാരണം അവരെ ഈശോ ഉപയോഗിക്കുന്നുണ്ട്. അവരുടെ കണ്ണുനീര് അനേകർക്ക് പ്രാർത്ഥനയായിട്ട്, അനേകരുടെ ജീവിതത്തിൽ വളമായിട്ട് ഈശോ ഉപയോഗിക്കുന്ന ചിലരുടെ കണ്ണുനീരിൽ നമ്മൾ സങ്കടപ്പെടേണ്ട. അത് ഈശോയാണ് അവരെ കൊണ്ട് നടക്കുന്നത്. ഈശോയാണ്. അവിടെ കർത്താവിൻ്റെ കരം ആ വ്യക്തികളിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവിടെ കർത്താവിൻ്റെ കരം ആ വ്യക്തികളിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഈ അമ്മയോട് ഞാൻ വിളിച്ചിട്ട് പറയാം, നല്ല സന്ദേശം ഈ അമ്മയ്ക്ക്. കാരണം ഞാൻ ചെല്ലുന്നതിന് മുമ്പ് ഞാൻ പറയില്ല, ഇവരോട് പറയാതെ ഞാൻ ചെല്ലുള്ളൂ. കാരണം എങ്ങും പോകാനില്ല, വിട്ടിട്ട് എങ്ങും പോവില്ല. ആ ചുറ്റുവട്ടത്ത് എവിടെയെങ്കിലും ഉണ്ടാവും. വീട് വിട്ടാൽ പള്ളിയിൽ അന്വേഷിച്ചാൽ പള്ളിയിലുണ്ടാവും. അല്ലാതെ വേറെ എങ്ങും പോകില്ല. 100% എനിക്ക് ഉറപ്പാണ്. ഞാനിവിടെ നിന്ന് വണ്ടി ഓടിച്ച്, കാർ ഓടിച്ച് അവിടെ ചെല്ലും. കൊല്ലം ഭാഗത്ത് എത്താറാകുമ്പോൾ എനിക്ക് കോൾ വരും. എവിടെ എത്തിയെന്ന് ചോദിക്കും. അതാണ് മെസ്സേജ്. മോനിപ്പോൾ എവിടെ എത്തി? എന്നോട് ഇങ്ങോട്ട് ചോദിക്കും. അതായത് ഞാൻ പറഞ്ഞിട്ടില്ല അവരോട് ഞാൻ വരുന്നെന്ന് പറഞ്ഞിട്ടില്ല. പക്ഷേ ഞാൻ ചെന്ന് അവരുടെ വീടിന് ഏതാണ്ട് ഒരു 40 കിലോമീറ്റർ ചുറ്റളവിൽ എത്തുമ്പോൾ ഇവർ വിളിക്കും, മോനിപ്പോൾ എവിടെ എത്തിയെന്ന് ചോദിക്കും. നുണ പറയാൻ പറ്റില്ല, ഞാൻ വന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ അവിടെ ഫുഡ് റെഡി ആയിരിക്കും. എവിടെന്നെങ്കിലും പോയി ആരെങ്കിലും കൊന്ന് തിന്ന് അവിടെ ഫുഡ് റെഡി ആയിരിക്കും. ടേബിൾ നിറച്ചും ഭക്ഷണമായിരിക്കും. ചെല്ലുമ്പോൾ ഉപവാസമൊന്നും അവിടെ സമ്മതിക്കില്ല. ഞാൻ ഉപവാസം എന്ന് പറഞ്ഞാലൊന്നും ഏക്കില്ല. തിന്നേ പോരൂ. ഞാൻ ഉപവാസം എടുത്ത ദിവസം പോലും ഭക്ഷണം കഴിച്ച് ഞാൻ പോരും. അത് ഞാൻ ഏറ്റെടുത്തോളാം എന്ന് പറയും. ഉപവാസത്തിൻ്റെ കെട്ട് ഞാൻ ഏറ്റെടുത്തോളാം. ആ ഉപവാസം ബ്രേക്ക് ചെയ്താലുള്ള ശിക്ഷ ഞാൻ ഏറ്റെടുത്തോളാം. കഴിക്കാൻ പറയും. തീറ്റ് ചെയ്യും. എന്നിട്ട് ഞാനിങ്ങനെ ഒരു കൊട്ട നിയോഗങ്ങൾ കൊണ്ട് ഈ അമ്മയ്ക്ക് കൊട്ടിയിട്ട് കൊടുക്കും.
ഞാൻ തിരിച്ചു പോരും. ഇവരിരുന്ന് കുത്തിയിരുന്ന് പ്രാർത്ഥിച്ചിട്ട് എന്നെ വിളിച്ചിട്ട് പറയും, ഇതഴിഞ്ഞിട്ടുണ്ട്, ഇതഴിഞ്ഞിട്ടുണ്ട്, ഇതഴിഞ്ഞിട്ടുണ്ട്. ഒരാൾക്ക് പോലും അറിയില്ല ഈ സ്ത്രീ ഇങ്ങനൊരു ശുശ്രൂഷ വിളിയുണ്ടെന്നോ കൃപയുണ്ടെന്നോ. പക്ഷേ ഈശോ അറിയുന്നുണ്ട്. ഈശോ എത്രയേറെ ആയിരക്കണക്കിന് ആത്മാക്കളെ ഈ അമ്മയിലൂടെ നേടിയെടുക്കുന്നുണ്ടെന്ന് നിങ്ങൾക്കറിയോ? എത്രയേറെ. എന്തുകൊണ്ടാണ്? ഇതുപോലെ വിധവകളായിട്ടുള്ള ചില കർത്താവിൻ്റെ കുറേ സെൻറ്ററുണ്ട്, ധ്യാന കേന്ദ്രങ്ങൾ കർത്താവിൻ്റെ. ഈശോ അവിടെ കുറേ നിയോഗങ്ങൾ കൊടുത്ത് ഇവരെ കൊണ്ട് പ്രാർത്ഥിപ്പിക്കാനുള്ള പ്രേരണ കർത്താവ് കൊടുത്ത് ഇവരെ വളർത്തിക്കൊണ്ട് വരുന്ന ദൈവത്തിൻ്റെ ഒരു ചൈതന്യമുണ്ട് പ്രിയപ്പെട്ടവർ. അതുകൊണ്ട് നിങ്ങളുടെ കുടുംബത്തിൽ ഏതെങ്കിലും വൈദവ്യം അനുഭവിക്കുന്നവരുണ്ടെങ്കിൽ ആ ഒരു വിളിയിലേക്ക് അപ്ഗ്രേഡ് ചെയ്യപ്പെട്ടവരുണ്ടെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കണം, അവരെ ശ്രദ്ധിക്കണം. അവരെ നിങ്ങൾ കൂടുതൽ കെയർ ചെയ്യണം. അവർക്ക് പ്രാർത്ഥിക്കാനുള്ള അന്തരീക്ഷം നിങ്ങൾ ഒരുക്കി കൊടുക്കണം. അവർക്കൊരു തരത്തിലും ഒരു ഡിസ്റ്റർബൻസും നിങ്ങൾ കൊടുക്കരുത്. ചില മൂശാട്ട സ്വഭാവങ്ങളൊക്കെ അവരിലുണ്ടാകും, മൈൻഡ് ചെയ്യണ്ട. ഒരു ഏജ് കഴിയുമ്പോൾ വരുന്നതാണ്, അത് മാറാൻ പോകുന്നില്ല. നന്നാക്കാൻ നോക്കണ്ട, പ്രത്യേകിച്ച് പെണ്ണല്ലേ. അപ്പോൾ അതുകൊണ്ട് അത് മാറില്ല പ്രിയപ്പെട്ടവർ. അതുകൊണ്ട് തന്നെ അതിനെ നമ്മൾ തിരുത്താൻ നോക്കണ്ട, അതങ്ങനെ തന്നെയാണ്. അത് ഹവ്വ തൊട്ട് കിടക്കുന്നൊരു സ്പിരിറ്റാണ്, മാറാൻ ചാൻസ് ഇല്ല. അപ്പോൾ അതുകൊണ്ട് അതിനെ നിങ്ങൾ തിരുത്തി നേരെയാക്കി സ്ട്രെയിറ്റാക്കി വടി പോലെ ആക്കാൻ നോക്കണ്ട. അത് വളഞ്ഞാണിരിക്കണേ, അത് വളഞ്ഞു തന്നെ ഇരുന്നോട്ടെ. പക്ഷെ നിങ്ങൾ പ്രാർത്ഥിക്കാനുള്ള സാഹചര്യം അവർക്കൊരുക്കി കൊടുത്താൽ അവരുടെ പ്രാർത്ഥന വഴി നിൻ്റെ കുടുംബത്തിൻ്റെ ആ ഒരു താങ്ങ് ബലമായിട്ട് അവർ മാറും. ഇത് കുടുംബത്തിൻ്റെ കെട്ടുകൾ അഴിയാൻ വിധവയുടെ പ്രാർത്ഥനയ്ക്ക് ശക്തിയുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അതിനാൽ ഞാൻ പറയുന്നു, പ്രാർത്ഥിക്കുകയും യാചിക്കുകയും ചെയ്യുന്ന എന്തും ലഭിക്കുമെന്ന് വിശ്വസിക്കുവാൻ നിങ്ങൾക്ക് ലഭിക്കുക തന്നെ ചെയ്യും. പ്രാർത്ഥിക്കുകയും യാചിക്കുകയും ചെയ്യണം, ഒരുമിച്ച് ചെയ്യണം. പ്രാർത്ഥിക്കുകയും യാചിക്കുകയും ചെയ്യുന്നത് ഒന്നിനോടൊന്ന് ചേർന്ന് കിടക്കും. നമ്മൾ പ്രാർത്ഥിക്കുകയുള്ളൂ, യാചിക്കില്ല. പ്രാർത്ഥിക്കുകയും യാചിക്കുകയും, പ്രാർത്ഥന ഫിസിക്കലാണെങ്കിൽ യാചന സ്പിരിച്വലാണ്. ഹല്ലേലൂയ. അതുകൊണ്ടാണ് രണ്ടും ഒരുമിച്ച് ചെയ്യണമെന്ന് പറയുന്നത്. പ്രാർത്ഥന ഫിസിക്കലും യാചന സ്പിരിച്വലുമാണ്. പ്രാർത്ഥിക്കുകയും യാചിക്കുകയും ചെയ്യുന്നതേ നടക്കുള്ളൂ. പ്രാർത്ഥന മാത്രമാണെങ്കിൽ നടക്കില്ല. നിങ്ങൾക്ക് നടക്കുക തന്നെ ചെയ്യും. യാചിക്കുകയും ചെയ്യുന്നത് എന്തും നിങ്ങൾക്ക് ലഭിക്കുക തന്നെ ചെയ്യും. പ്രിയപ്പെട്ട ദൈവജനമേ, ഏത് പ്രാർത്ഥനകളിലും ആരാധന ഉണ്ടാവണം, യാചന ഉണ്ടാവണം, കരുണയുടെ പ്രാർത്ഥന ഉണ്ടാവണം. ഏത് ഇൻറ്റൻഷനും നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ മത്തായി 20 അന്ധയാചകന്മാരെ സുഖപ്പെടുത്തുന്നതുണ്ട്. അവർ ക്രിസ്തു ആ വഴി നടന്നു പോകുന്നത് കേട്ടപ്പോൾ വഴിയരികിലായിരുന്ന 2 അന്ധയാചകന്മാർ അവിടെ നിന്ന് നിലവിളിച്ചു, കർത്താവേ, ദാവീദിൻ്റെ പുത്ര, ഞങ്ങളിൽ കനിയണം. മിണ്ടാതിരിക്കാൻ പറഞ്ഞുകൊണ്ട് ജനക്കൂട്ടം അവരെ ശാസിച്ചു. എന്നാൽ അവരാകട്ടെ കൂടുതൽ ഉച്ചത്തിൽ നിലവിളിച്ചുകൊണ്ട് വിളിച്ചു പറഞ്ഞു, ക്രിസ്തുവേ, ദാവീദിൻ്റെ പുത്ര, ഞങ്ങളിൽ കനിയണമേ. ക്രിസ്തു എവിടെ ആയിരുന്നുവോ അവിടെ നിന്നു എന്നാണ് വചനം എഴുതി വെച്ചിരിക്കുന്നത്. അവിടെ നിന്ന് അവരെ നോക്കി. ക്രിസ്തു അവരുടെ അടുത്തേക്ക് വരുന്നില്ല. ഈശോ നിന്ന് തിരിഞ്ഞു നോക്കി. എന്നിട്ട് അവൻ അതിനേക്കാൾ ഉച്ചത്തിൽ ഈശോ വിളിച്ച് ചോദിച്ചു, ഞാൻ നിങ്ങൾക്ക് വേണ്ടി എന്തു ചെയ്യണമെന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്? പ്രിയപ്പെട്ടവരെ, ഇവർക്ക് ആദ്യമേ ചോദിക്കാം, ക്രിസ്തുവേ, ദാവീദിൻ്റെ പുത്രൻ, ഞങ്ങളുടെ കണ്ണുകൾ തുറന്നു തരണമേ എന്ന് ചോദിക്കാം. അവരതല്ല ചോദിച്ചത്, കരുണയാണ് ചോദിച്ചത്. ഇതാ ഈശോ പറയുന്നത്, പ്രാർത്ഥിക്കുകയും യാചിക്കുകയും ചെയ്യണം. അപ്പോഴാണ് യാചന കേട്ടിട്ടാണ് കർത്താവ് ചോദിച്ചത്, ഞാൻ നിങ്ങൾക്ക് വേണ്ടി എന്തു ചെയ്യണം? അപ്പോൾ കർത്താവ് ആരായി? നമ്മളെക്കാൾ താഴ്ന്ന ഒരവസ്ഥയിലേക്ക് ഈശോ എത്തിയിട്ട് ഈശോ നമ്മുടെ മുമ്പിൽ ഇങ്ങനെ നിൽക്കുക, ഞാൻ നിങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്യണം? ഈശോ നമ്മുടെ മുന്നിൽ എന്തോ ഒരു സർവീസ് മൈൻഡഡ് ആയിട്ട് ഈശോ ഇങ്ങനെ നിൽക്കുക, എന്ത് ചെയ്തു തരണം എന്ന് ചോദിച്ച് നിൽക്കുന്ന ഒരടിമ കണക്കെ കർത്താവ് മാറുക നമ്മുടെ മുന്നിൽ. എന്തുകൊണ്ടാണ്? യാചനയുടെ പ്രാർത്ഥനയുടെ സ്വരം അവൻ്റെ കാതുകളിലെത്തിയപ്പോൾ ഈശോ ചോദിച്ചു, ഞാൻ നിങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്യണമെന്നാ നിങ്ങൾ ആഗ്രഹിക്കുന്നത്? അവർ പറഞ്ഞു, കർത്താവേ. അപ്പോഴാണ് അവരവരുടെ ഇൻറ്റൻഷൻ പറയുന്നത്, കർത്താവേ, ഞങ്ങളുടെ കണ്ണുകൾ തുറന്നു കിട്ടണം. അപ്പോഴേ പറഞ്ഞുള്ളൂ, അതിനു മുന്നേ അവർ പറഞ്ഞില്ല. ആദ്യം അവർ നിലവിളിച്ചു, ക്രിസ്തുവേ, ദാവീദിൻ്റെ പുത്രൻ, ഞങ്ങളിൽ കനിയണം. അപ്പോൾ ജനക്കൂട്ടം അവരെ ശാസിച്ചു പറഞ്ഞു, മിണ്ടാതിരിക്കാൻ പറഞ്ഞു. വീണ്ടും അവർക്ക് വേണമെങ്കിൽ പറയാം, കർത്താവേ,
ഞങ്ങളുടെ കണ്ണ് തുറന്നു തരണേ. ആദ്യം കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചതാണല്ലോ. പക്ഷെ രണ്ടാമതും അവർ നിലവിളിച്ചത് കരുണയായിരിക്കണേ എന്നാണ്. രണ്ടാമതും നിലവിളിച്ചപ്പോഴും അവരവരുടെ ആ പ്രാർത്ഥനയുടെ സ്റ്റാൻഡേർഡ് കുറച്ചില്ല. അവരപ്പോഴും പ്രാർത്ഥിച്ച കർത്താവേ ദാവീദിന്റെ പുത്രാ ഞങ്ങളുടെ മേൽ കരുണയായിരിക്കണേ. രണ്ടാമതും കൂടുതൽ ഉച്ചത്തിൽ നിലവിളിച്ചു. അപ്പോൾ ഈശോ നിന്നു. പ്രിയമുള്ളവരെ, നമ്മുടെ കരുണയ്ക്ക് വേണ്ടിയുള്ള യാചനയെ തടസ്സപ്പെടുത്തുന്ന ജനക്കൂട്ടം നമുക്ക് ചുറ്റുമുണ്ട് എന്നുള്ളത് മറക്കരുത്. അതുകൊണ്ട് നമ്മൾ കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കില്ല. നിങ്ങൾക്ക് ക്യാൻസർ ആണോ? കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കേ, കരുണയ്ക്ക് വേണ്ടി മാത്രം പ്രാർത്ഥിക്കേ. അപ്പോൾ ഈശോ തിരിഞ്ഞു നോക്കി ചോദിക്കും, ഞാൻ നിനക്ക് വേണ്ടി എന്തു ചെയ്യണമെന്നാണ് നീ ആഗ്രഹിക്കുന്നത്? അപ്പോൾ പറയണം, കർത്താവിൻ്റെ കണ്ണുകൾ, ഞങ്ങളുടെ കണ്ണുകൾ തുറന്നു കിട്ടണം. ഈശോ അവിടെ നിന്ന് ഉള്ളലിഞ്ഞ് അവരുടെ കണ്ണുകൾ സ്പർശിച്ചു എന്നാണ് വചനം എഴുതി വെച്ചിരിക്കുന്നത്. കർത്താവ് അവരുടെ അടുത്തേക്ക് വന്നു എന്ന് പറയുന്നില്ല. ഈശോ ഉള്ളലിഞ്ഞപ്പോൾ അവരുടെ കണ്ണുകളിൽ സ്പർശിക്കുന്ന അനുഭവം അവർക്കുണ്ടായി. അവരുടെ കണ്ണുകൾ തുറന്നു കിട്ടി. ഹല്ലേലൂയ. ആ വചനത്തിൻ്റെ ഏറ്റവും അവസാനത്തെ ഭാഗമാണ് ശ്രദ്ധേയം. അതുകൊണ്ടാണ് അവർക്ക് കണ്ണു തുറന്നു കിട്ടിയത്. അതിൽ പറയുന്നു, അവരും അവനെ അനുഗമിച്ചു. അവരും അവനെ അനുഗമിച്ചു. കിട്ടിയ സൗഖ്യം കൊണ്ട് അവർ തിരിഞ്ഞു പോയില്ല. ക്രിസ്തുവിനെ അനുഗമിക്കും എന്നുറപ്പ് യേശുവിനുള്ളത് കൊണ്ട് കർത്താവ് സൗഖ്യം കൊടുത്തു. അവർ അവൻ്റെ പുറകെ പോയി. നമ്മളങ്ങനെയല്ല പ്രിയപ്പെട്ടവരെ. ഒരു സൗഖ്യം ദൈവം തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ അതും വാങ്ങി വീട്ടിലോട്ടാണ് പോകുന്നത്. വീട്ടിലേക്കല്ല പോവേണ്ടത്. അത് ഈശോ പറഞ്ഞത് മർക്കോസ് 5:1-20 പറഞ്ഞത്. ദെക്കാപോളിസിലേക്ക് അവൻ പോയപ്പോൾ, കർത്താവ് ഗെരസേനരുടെ നാട്ടിലെത്തിയപ്പോൾ ശവകുടീരങ്ങൾക്കിടയിൽ കിടക്കുന്ന ഒരുത്തൻ കർത്താവിനെതിരെ വന്നിട്ട് പറഞ്ഞു, ക്രിസ്തുവേ ദാവീദിൻ്റെ പുത്രൻ, നീ എന്തിന് ഞങ്ങളുടെ കാര്യത്തിൽ ഇടപെടുന്നു? ഞങ്ങളെ നശിപ്പിക്കാനാണോ നീ വന്നിരിക്കുന്നത്? നീ ആരാണെന്ന് എനിക്കറിയാം, ദൈവത്തിൻ്റെ പരിശുദ്ധൻ. കർത്താവ് പറഞ്ഞു, നിശബ്ദനായിരിക്കുക. അവൻ വീണ്ടും അലറി. എന്നിട്ട് അവൻ കല്ലുകൊണ്ട് തന്നെ മുറിപ്പെടുത്തി. അവൻ കല്ലറകൾക്കിടയിലും മലകളിലുമായിരുന്നു. ക്രിസ്തു അവനോട് പറഞ്ഞു, നീ ആരാണ്? അവൻ പറഞ്ഞു, ഞാൻ ലെഗിയോൺ, ഞങ്ങൾ അനേകം പേരുണ്ട്. അപ്പോൾ ഈശോ വീണ്ടും പറഞ്ഞു, നീ അവനെ വിട്ട് പുറത്തു പോകും. പ്രിയപ്പെട്ട ദൈവജനമേ, അവൻ പറഞ്ഞു, ഞങ്ങൾ ഈ ദേശത്തു നിന്ന് നിങ്ങളെ പുറത്താക്കരുത്, കാരണം ഇത് ഞങ്ങളുടെ നാടാണ്, ടെറിട്ടോറിയൽ സ്പിരിറ്റാണ്, ഞങ്ങളെ ദേശത്തു നിന്ന് പുറത്താക്കരുത്. അപ്പോൾ പറഞ്ഞു, അവിടെ വലിയൊരു പന്നിക്കൂട്ടം മേയുന്നുണ്ടായിരുന്നു, ആ പന്നിക്കൂട്ടത്തിലേക്ക് പോവാം. പന്നിക്കൂട്ടത്തിലേക്ക് അതിനെ അയച്ചു. 2000 പന്നി കിഴക്കാൻ തൂക്കായ തീരത്തിലൂടെ പാഞ്ഞു ചെന്ന് കടലിൽ മുങ്ങിച്ചത്തു. പ്രിയപ്പെട്ടവരെ, ഇത്രയും കഴിഞ്ഞു അവൻ സ്വബോധമുള്ളവനായി മാറ്റപ്പെട്ടപ്പോൾ അവൻ പറഞ്ഞു, ക്രിസ്തുവേ എനിക്ക് നിൻ്റെ കൂടെ വരണം. ഈശോ പറഞ്ഞു, നീ വീട്ടിൽ സ്വന്തക്കാരുടെ അടുത്തേക്ക് പോകണം. ഹല്ലേലൂയ. മറ്റാരോടും ഈശോ പറയുന്നില്ല, ഇവനോടൊരാളോടല്ലാതെ. നീ വീട്ടിൽ സ്വന്തക്കാരുടെ അടുത്തേക്ക് പോകണം. ബാക്കിയുള്ള എല്ലാവരോടും ഈശോ പറയുന്നുണ്ട്, എന്നെ അനുഗമിക്കുന്നുണ്ട്. ബാക്കിയുള്ളവരൊക്കെ ഈശോയെ അനുഗമിക്കുക. കർത്താവ് ഇന്ന സ്ഥലത്തേക്ക് പോകണമെന്ന് ഈശോ പറയുന്നില്ല. പക്ഷെ ഇവൻ കർത്താവിനോടുകൂടെ പുറപ്പെടാൻ ആഗ്രഹിച്ചപ്പോൾ ഈശോ സമ്മതിച്ചില്ല. ഈശോ സമ്മതിക്കുന്നില്ല. ചിലയിടങ്ങളിൽ വിളി എന്ന് പറയുന്നത് ഇതാണ് പ്രിയപ്പെട്ടവരെ. കർത്താവിനെ അനുഗമിക്കാൻ കർത്താവ് തന്ന സൗഖ്യം അതാണ് നിനക്ക് കിട്ടിയിരിക്കുന്നതെങ്കിൽ, കർത്താവിനെ അനുഗമിക്കാൻ കർത്താവ് തന്ന സാക്ഷ്യമാണ് നിന്റെ ജീവിതമെങ്കിൽ, നീ അനുഗമിക്കാതിരുന്നാൽ നിനക്ക് ദുരിതമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവിൻ്റെ സാക്ഷ്യം നിന്റെ കുടുംബത്തിൽ പ്രഘോഷിക്കാനാണ് ഈശോ നിന്നെ നിയോഗിച്ചിരിക്കുന്നതെങ്കിൽ, നീ കർത്താവിനെ അനുഗമിച്ചാലും നിനക്ക് ദുരിതമാണ്. വിളി തിരിച്ചറിയാൻ പറ്റണം. വിളി തിരിച്ചറിയാൻ പറ്റണം. വിളി തിരിച്ചറിയാൻ പറ്റിയില്ലെങ്കിൽ നമ്മളുടെ വിളി ഒരിക്കലും നമുക്ക് സ്ഥിരതയോടെ ആ വിളിയിൽ നിലനിൽക്കാൻ ബുദ്ധിമുട്ടാണ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഞാൻ ഈ ശുശ്രൂഷയിലേക്ക് കടന്നു വരുമ്പോൾ ആദ്യമായിട്ട് ഈ വിളി കിട്ടി തമ്പുരാൻ്റെ സന്ദേശങ്ങൾ ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ കണ്ണടക്കുമ്പോൾ സ്വിച്ചിട്ട പോലെയാണ് സന്ദേശങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. ഇത് വരാൻ തുടങ്ങിയപ്പോൾ പിന്നെ കണ്ണടക്കാൻ പേടിയായി. കാരണം അതുപോലത്തെ കാര്യങ്ങൾ ഇങ്ങനെ കാണിച്ചു തന്നുകൊണ്ടിരിക്കുക. പക്ഷേ ശുശ്രൂഷ എന്താണെന്നോ ഒന്നും അറിയാതെ തലതെറിച്ച് നടക്കുന്ന സമയത്ത് ഇതിങ്ങനെ കാണിച്ചു തന്നുകൊണ്ടിരിക്കുമ്പോൾ ഇതെന്തായത്? പിന്നെ ഉറങ്ങാൻ പറ്റണില്ല. കാരണം ഉറങ്ങുമ്പോൾ കാണുന്ന സ്വപ്നങ്ങളെല്ലാം പിന്നെയുള്ള ദിവസങ്ങളിൽ നടക്കുക. ഉറക്കം ഉണർന്നിരുന്ന് കുടുംബ പ്രാർത്ഥനയ്ക്ക് മുട്ടുകുത്തി കണ്ണടക്കാൻ പേടിയാണ്. കണ്ണടക്കുമ്പോഴും ദർശനങ്ങളിങ്ങനെ ശുശ്രൂഷയ്ക്ക് ഒരുക്കുകയാണെന്നുള്ളത് അറിയില്ല. ഒരു സ്പിരിച്വൽ ഗൈഡൻസ് തരാൻ ആരുമില്ല. ഒറ്റയ്ക്ക് വഴി വെട്ടിയാണ് പോയത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആരും പറഞ്ഞു തരാൻ ആരുമില്ല. അന്നുമില്ല ഇന്നുമില്ല. പരിശുദ്ധാത്മാവാണ് ടീച്ചർ, വേറെ ആരുമില്ല. അപ്പോൾ ഇത് ഇങ്ങനെ സന്ദേശങ്ങളിങ്ങനെ വന്നപ്പോൾ ഡൗട്ടായി, ഇത് എന്തിനാ ഈശോ ഇതിങ്ങനെ തരണേ? എന്തിനാ ഇതൊക്കെ എനിക്ക് കാണിച്ചു തരണേ?
ഓരോ പേരുകളെന്ന് പറഞ്ഞാൽ പേര് ഞാനിങ്ങനെ വൈഫിനോട് പറയും, ഇതാരാ, നിനക്ക് പരിചയമുള്ളതാണോ? പറയും എനിക്കറിയില്ല. പിന്നെ ഫിഗർ, ഇങ്ങനെയുള്ള മുഖമുള്ളതാരാ, അതാരാ? അപ്പോൾ ഞാനിങ്ങനെ വരച്ച് കാണിച്ചു കൊടുക്കാൻ തുടങ്ങി. വരയ്ക്കും ഞാൻ. അപ്പോൾ അതിങ്ങനെ വരച്ച് കാണിച്ചു കൊടുത്തപ്പോൾ ഇതിന്നെയാൾ ഇതിന്നെയാണ്. അപ്പോൾ ഇങ്ങനെ ഓരോന്ന് മനസ്സിലിങ്ങനെ വരാൻ തുടങ്ങി. പിന്നെ പള്ളി ഇടിഞ്ഞു പൊളിഞ്ഞ് വീണതൊക്കെ വിഷനിൽ കിട്ടിയിട്ട് ഞാനിങ്ങനെ പറയും, ഇതിങ്ങനെ എഴുതി കാണിക്കും, ഇതിങ്ങനെ എഴുതി. അപ്പോൾ അതെല്ലാം ഇവളെ എഴുതിയെടുക്കും. വൈഫിരുന്ന് എഴുതിയെടുത്തിട്ട് പിറ്റേ ദിവസം ന്യൂസോ മറ്റോ വെക്കുമ്പോൾ ഈ പറഞ്ഞതെല്ലാം ന്യൂസിൽ കാണിക്കുക. അങ്ങനെ വിഷൻസ്, പ്രവചനങ്ങൾ ഇങ്ങനെ ഓരോന്നോരോന്നോരോന്നോരോന്ന് ഇങ്ങനെ തന്നുകൊണ്ടിരിക്കുക. ഈശോ ഇതെന്താ തരുന്നത്? ഞാൻ ഓർക്കട്ടെ, ഇതെന്തിനാ എനിക്ക് തരുന്നത് ഈശോയെ? അപ്പോഴും ചിന്തിക്കുന്നില്ല. കാരണം ഈ റൂട്ടിനെ പറ്റി ബൈബിള് കൈകൊണ്ട് തൊട്ടാലല്ലേ ഇത് വചനമാണെന്ന്. ദൈവം നമുക്ക് തരുന്ന വിളി എന്തെന്നറിയോ? വിളിയിൽ നമുക്ക് തിരിച്ചറിയാൻ പറ്റണം ഇത് വിളിയാണെന്നുള്ളത് തിരിച്ചറിയാൻ പറ്റണം. വിളിയല്ലെങ്കിൽ നിങ്ങളൊരുപാട് പ്രഷർ കൊടുക്കരുത് അതിന് വേണ്ടിയിട്ട്. വിളിയല്ലെന്നാണെങ്കിൽ അതിനൊരുപാട് പ്രഷർ കൊടുത്ത് അതിലേക്ക് ഇറങ്ങല്ലേ, നിങ്ങൾ വിജയിക്കാൻ ബുദ്ധിമുട്ടാണ്. വിളിയാണെങ്കിൽ മറച്ചു വയ്ക്കാനും പാടില്ല. വിളിയാണെന്നുണ്ടെങ്കിൽ മറച്ചു വയ്ക്കാനും പാടില്ല. വിളിയുണ്ടെങ്കിൽ കിട്ടിയ കൃപ മറച്ചു വയ്ക്കല്ലേ, ദുരിതമാണ്. കുടുംബത്തിൽ നിന്ന് ഈടാക്കി വെച്ചു ഓടണം. ഞാനിപ്പോൾ ഇന്നലെ ഞാൻ പറഞ്ഞില്ല, 2 ദിവസം മുമ്പ് വന്നിട്ട് ഇന്ന് ഞാൻ സിവിച്ചവരോട് പറയാമെന്ന്, സിസ്റ്ററൊന്ന് വിളിച്ചു നോക്ക്, 35 പേരെ ഉള്ളെങ്കിൽ ധ്യാനം ക്യാൻസൽ ചെയ്യാം. ഈ ധ്യാനം ഹാലലുയ. കാരണം ഒന്ന് ഉറങ്ങാനുള്ളൊരു കൊതി കൊണ്ടാണ്. 12 ദിവസം ഉറങ്ങിയിട്ടില്ല. അവരുറക്കാത്തത് പോലെ ഞാൻ ഉറങ്ങിയിട്ടില്ല. ബസ്സിൽ കംപ്ലീറ്റ് ക്ലാസ്സുകൾ എടുത്താണ് പോയത്. ട്രാവൽ ചെയ്യുന്ന സമയത്തെല്ലാം ക്ലാസ് എടുത്തുകൊണ്ടാണ്, ധ്യാനമായിട്ടാണ് പോയത്. ബസ്സിൽ രോഗസൗഖ്യമൊക്കെ വിളിച്ചു പറഞ്ഞ ആരാധനകളും പാട്ടുകളും കുരിശിൻ്റെ വഴിയും എല്ലാമായിട്ടാണ് ട്രാവൽ ചെയ്യുന്നത്. പിന്നെ ഓരോ സ്റ്റേഷനിൽ ചെല്ലുമ്പോഴും ഏറ്റവും വലിയ അനുഗ്രഹം കുരിശിൻ്റെ വഴി ചെല്ലേണ്ട സമയത്ത് കുരിശിൻ്റെ വഴി എല്ലാം പറ്റി എന്നുള്ളതാണ്. ഹല്ലേലൂയ. കാൽവരിയിൽ. അപ്പോൾ അതെല്ലാം ധ്യാനാത്മകമായിട്ട് ചെയ്യാൻ പറ്റി. അതിനുശേഷം ഇപ്പോൾ യുദ്ധം സ്റ്റാർട്ട് ചെയ്തു. ഇനി പോകാനിരിക്കുന്ന ബാച്ചുകൾക്ക് ചിലപ്പോൾ ഒരു പക്ഷേ നടക്കണമെന്നില്ല, സാധ്യത കുറവാണ്. വാർ സ്റ്റാർട്ട് ചെയ്തു. ദുബായ് എയർപോർട്ടെല്ലാം അടച്ചു. ഇന്ന് UK പോകേണ്ട കുറച്ച് പേരെനിക്ക് എൻ്റെ പരിചയത്തിലുള്ളവരൊക്കെ എല്ലാം ട്രാവൽ ചെയ്യലെല്ലാം ക്യാൻസൽ ചെയ്ത് ഇനി എപ്പോഴെന്നുള്ള പിന്നീട് അറിയിപ്പ് ഉണ്ടാകുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. യുദ്ധങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തു. ഞങ്ങൾ കറക്റ്റ് ടൈമിനാണ് പോയിട്ട് തിരിച്ചെത്തിയത്. ഈ മാസം ഒരു 20 ബാച്ച് പോകാനിരിക്കുക. 20 ബാച്ച് ഈ മാസം, അതെല്ലാം ക്യാൻസലാവും. പ്രിയപ്പെട്ട ദൈവജനമേ, അപ്പോൾ ഇങ്ങനെ നമ്മൾ ദൈവത്തിൻ്റെ നാമത്തിൽ ഇങ്ങനെ നടന്ന് പ്രാർത്ഥിച്ച് വചനം കേട്ട് കൊടുത്ത് ഇങ്ങനെ പോവുക. അപ്പോൾ ഈ ധ്യാനം ക്യാൻസൽ ചെയ്യാൻ ആഗ്രഹിക്കുക. ഈ ധ്യാനം ക്യാൻസൽ 35 ദിവസം 35 പേരെ ഉള്ളെങ്കിൽ സിസ്റ്റർ വിളിച്ച് പറയാം, സിസ്റ്റർ ഇല്ല പറ്റില്ല, ധ്യാനം ക്യാൻസൽ ചെയ്യാൻ പറ്റില്ല, വന്നേ പറ്റുള്ളൂ. അപ്പോൾ വന്നപ്പോൾ ഇരട്ടിയിൽ കൂടുതൽ ഇവിടെ ഇരിപ്പുണ്ട് ഇപ്പോൾ. അപ്പോൾ ഞാൻ ഓർത്ത് ക്യാൻസൽ ചെയ്തെങ്കിൽ ഞാൻ എങ്ങനെ വില കൊടുക്കും, എന്ത് വില കൊടുത്ത് ഇത് തീർക്കാൻ പറ്റിയെന്നെ ഞാൻ ആലോചിക്കുകയായിരുന്നു. അപ്പോഴും ഈശോ റെസ്റ്റ് എടുക്കാൻ സമ്മതിക്കില്ല. കൃപ കിട്ടിയാൽ റെസ്റ്റ് കിട്ടില്ല, അത് അറിയാൻ നിങ്ങൾ മനസ്സിലാക്കുക. ഇരുത്തില്ല, കിടത്തില്ല, ഉറങ്ങാൻ പറ്റില്ല, ഭക്ഷണം കഴിപ്പിക്കില്ല, കഴിച്ചാലും വൊമിറ്റ് ചെയ്യും, ഭക്ഷണം കഴിക്കാനും സമ്മതിക്കില്ല. ഈശോ പറയും ഉപവാസം എടുക്കാൻ പറയും. കുറച്ച് നാൾ കൊതിയോടെ കഴിച്ച് തുടങ്ങുമ്പോൾ പറയും ഉപവാസം എടുക്കാൻ പറയും. ഇത്തിരി ആഗ്രഹിച്ച് നന്നായിട്ട് ഒന്ന് ഉറങ്ങുമ്പോൾ പറയുന്നിട്ടിരിക്കാൻ പറയും. അപ്പോൾ ഇങ്ങനെ കൃപ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് റെസ്റ്റ് പ്രതീക്ഷിക്കേണ്ട. ഇത് കഴിഞ്ഞ് അടുത്ത സ്ഥലത്തേക്ക് ഈ മാസം തന്നെ ഇപ്പോൾ 4 ധ്യാനങ്ങൾ, ഇടവക ധ്യാനങ്ങളൊക്കെ ആയിട്ട് കേരളത്തിൻ്റെ പല സ്ഥലത്തായിട്ട് ദിവസങ്ങളിൽ ബോംബെ, ഡൽഹി, ഒറീസ ഇതൊക്കെ കിടക്കുന്നുണ്ട് ഈ 2-3 ദിവസങ്ങളിലേക്ക് തന്നെ. ഞങ്ങൾ ആലോചിച്ച് ഇതിങ്ങനെ ഈശോ ഇങ്ങനെ ഓടിച്ചുകൊണ്ടിരിക്കും കൃപ കിട്ടിയാൽ. അപ്പോൾ നിങ്ങളിൽ ഏതെങ്കിലും ഒരു ചൈതന്യം ദൈവം തന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കണം, നിങ്ങൾക്ക് എപ്പോഴും വചനമെടുക്കാനൊരു ആഗ്രഹം നിങ്ങളുടെ കരങ്ങൾക്ക് കർത്താവ് തന്നിട്ടുണ്ടെങ്കിൽ ഓർത്തോ, ഒരു കൃപ നിങ്ങളിൽ പ്രവർത്തിച്ച് തുടങ്ങിയിട്ടുണ്ട്. ഹാലലുയ്യ. തിരിച്ചറിയാൻ പറ്റണേ. തിരിച്ചറിയാൻ പറ്റിയില്ലെങ്കിൽ അപകടം. തിരിച്ചറിയാൻ പറ്റിയില്ലെങ്കിൽ സമയം പോവും, ആത്മാക്കൾ അത്രയും നമുക്ക് നഷ്ടമാവും. അപ്പോൾ തിരിച്ചറിയാൻ പറ്റണം. അപ്പോൾ ഇങ്ങനെ തിരിച്ചറിഞ്ഞ് നമ്മൾ ആ ഒരു ആത്മാവിന് വേണ്ടിയിട്ട് നമ്മളിരുന്ന് കുത്തിയിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ പ്രിയപ്പെട്ടവർ, നമ്മുടെ കുടുംബത്തിലേക്കാണ് അതിൻ്റെ അനുഗ്രഹം കടന്നു വരുന്നത്. കുടുംബത്തിൻ്റെ കെട്ടുകളാണ് അഴിയുന്നത്, തലമുറയാണ് വിശുദ്ധീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ ഓരോ ധ്യാനങ്ങൾ, ഓരോ ശുശ്രൂഷകൾ അനേക ആത്മാക്കളെ രക്ഷയ്ക്ക് വേണ്ടി കാഴ്ചവെക്കുന്നുണ്ട്. നിങ്ങൾ ഇത്രയും പേരിയ്ക്കുമ്പോൾ നിങ്ങളുടെ തലമുറയ്ക്ക് വേണ്ടിയിട്ട് ഇത് കാഴ്ചവെച്ചുകൊണ്ട് തന്നെയാണ് ഈ ധ്യാനം നടത്തുന്നത്. ആ തലമുറകളിലേക്ക് ഇതിൻ്റെ വിഹിതം നിങ്ങളുടെ വിഹിതം പോകുന്നുണ്ട്. ഉറങ്ങാത്തവരുടെ തലമുറ, അപ്പൻ്റെ അമ്മയുടെ 2 തലമുറയിലേക്ക് വരെ വിഹിതം പോകുന്നുണ്ട്. ഈ 3 ദിവസം ഫുൾ ധ്യാനം അറ്റൻഡ് ചെയ്തവർക്ക് അത് കിട്ടും. കാരണം ഞാൻ അങ്ങനെ പ്രാർത്ഥിച്ചാണ് ഓരോ ധ്യാനത്തിലും വരുന്നത്. ഓരോ ധ്യാനത്തിലും ഞാൻ ഒരുക്കുന്ന അങ്ങനെയാണ്. അതായത് ഇവിടെ മുഴുവൻ ധ്യാനം കൂടുന്നവർ,
മുഴുവൻ ധ്യാനവും ശ്രദ്ധയോടെ കൂടുന്നവരുടെ 2 തലമുറ വിശുദ്ധീകരിക്കപ്പെടുന്നതിനായിട്ട് രാത്രി ഇത് കഴിഞ്ഞിട്ട് ഞാൻ ഇരുന്ന് പ്രാർത്ഥിക്കും. നിങ്ങളുടെ ഓരോരുത്തരുടെ അപ്പൻ്റെ അമ്മയുടെ 2 തലമുറയിലേക്കും നിങ്ങൾ കേട്ട വചനത്തിൻ്റെ വിഹിതം അവർക്കും കിട്ടും. ഉറങ്ങാതിരുന്ന് ധ്യാനം കൂടി അവർക്കത് കിട്ടും. ഉറങ്ങിയവരെനിക്കറിയില്ല. അങ്ങനെ പ്രാർത്ഥിച്ച് ഒരുക്കിയിട്ടാണ് ഈ ധ്യാനം ഞാൻ നടത്തുന്നത്. വെറുതെ എന്തെങ്കിലും നടത്തുന്നതല്ല കേട്ടോ. വെറുതെ ഒരു നിങ്ങളോട് മാത്രമല്ല ഈ സുവിശേഷം പ്രസംഗിക്കുന്നത്, തലമുറയിലേക്ക് കൂടിയാണ്. അതിൻ്റെ വിഹിതം നിങ്ങൾക്ക് കിട്ടിയാൽ കിട്ടി, അത്രേ ഉള്ളൂ. അപ്പോൾ അത് അങ്ങനെ നടത്തുന്ന ധ്യാനങ്ങളാണ്. വൺ മാൻ ഷോ. ഇവിടെ വേറെ ആരും വന്ന് നിൽക്കില്ല. ഹല്ലേലൂയ. കഥയും തിരക്കഥയും സംഭാഷണവും സംവിധാനവും പോസ്റ്റർ ഒട്ടിക്കുന്നതും ഞാൻ തന്നെയായിരിക്കും. അപ്പോൾ അതുകൊണ്ട് പ്രിയപ്പെട്ടവരുടെ വേറെ ആരും നിങ്ങളെ പ്രതീക്ഷിക്കേണ്ട. ഇതിങ്ങനെ നിന്ന് ഞാൻ തന്നെയാണ് കൗൺസിലിംഗ് ചെയ്യുന്നതും, ഞാൻ തന്നെയാണ് വിടുതലും, എല്ലാം ഞാൻ തന്നെയാണ് ചെയ്യുന്നത്. നിങ്ങൾ എൻ്റെ ധ്യാനത്തിന് വേറെ ആരും ഉണ്ടാവില്ല. അത് എവിടെ ധ്യാനിപ്പിക്കാൻ പോയാലും. ലാസ്റ്റ് കുവൈറ്റിൽ കഴിഞ്ഞ മാസം ഒരു കൺവെൻഷൻ കുവൈറ്റിലുണ്ടായിരുന്നു. കഴിഞ്ഞതിന് മുന്നത്തെ മാസം ആ കൺവെൻഷൻ മരിയോത്സവം 10,000-ഓളം പേര് പങ്കെടുക്കുന്ന കൺവെൻഷനാണ്. അതിലും ഒറ്റയ്ക്ക് തന്നെയാണ്. ഇതിന് ശേഷം ഇനിയും ഒരെണ്ണം വരുന്നുണ്ട്, അതും ഒറ്റയ്ക്ക് തന്നെ. അവിടെയെല്ലാം ഒറ്റയ്ക്ക് തന്നെ. ഈശോ പറഞ്ഞേക്കണം അങ്ങനെ തന്നെയാണ്. ടീം ഫോം ചെയ്യരുത്, ഒറ്റയ്ക്ക് എന്നാണ് ഈശോ പറഞ്ഞേക്കണം. അത് ഒറ്റയ്ക്ക് തന്നെ പോകണം. ഒറ്റയ്ക്ക് പോകുമ്പോൾ അത്രയും സഹനങ്ങളും പ്രിക്വേഷൻസും എല്ലാം ഒറ്റയ്ക്ക് തന്നെ എടുക്കണം. ഒറ്റയ്ക്ക് തന്നെ ഭാരം ഒറ്റയ്ക്ക് തന്നെ ഏറ്റെടുക്കണം. ചെറിയ പരിപാടിയല്ലത്. നിങ്ങൾക്കറിയില്ല, എൻ്റെ വില നിങ്ങൾക്കറിയില്ല, നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല, നുണയാന്ന് വിചാരിക്കും. പക്ഷേ അതിൻ്റെ ഭാരമുണ്ട് പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന കൃപ, നിങ്ങൾക്ക് ഒരു പ്രാർത്ഥിക്കാനൊരു കൃപ കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങളിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കരുത്. തൊട്ടടുത്ത് നിങ്ങൾ അതേ ദുഃഖം അനുഭവിക്കുന്നവർക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണേ. എന്നാലേ അത് കൃപ കാരിസമാകുള്ളൂ. അത് കാരിസമായിട്ട്, വരങ്ങളായിട്ടത് വർക്ക് ചെയ്യണം. കാരിസം യൂസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നവനാണ് കരിസ്മാറ്റിക്കാരൻ. അല്ലെങ്കിൽ നമ്മുടെ പള്ളികളിൽ കരിസ്മാറ്റിക്കാരുണ്ട്. അവർ കാരിസം യൂസ് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ നോക്കുക. കാരിസം യൂസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നവനാണ് കരിസ്മാറ്റിക്, അല്ലാത്തത് കരിസ്മാറ്റിക് അല്ല. ഓക്കെ, ഹല്ലേലൂയ. കരിസ്മാറ്റിക് ഗ്രൂപ്പ് ഉണ്ടാവും, കാരിസം ഉണ്ടാവണമെന്നില്ല. പലയിടത്തും കരിസ്മാറ്റിക് ഗ്രൂപ്പുകളുണ്ട്. കാരിസം വർക്ക് ചെയ്യാതെ കരിസ്മാറ്റിക് ഗ്രൂപ്പ് ഇല്ല എന്നുള്ളത് മനസ്സിലാക്കുക. കാരിസം വർക്ക് ചെയ്യണം. കാരിസം വർക്ക് ചെയ്താലേ കരിസ്മാറ്റിക് ഗ്രൂപ്പ് ഫോം ചെയ്യാൻ പാടുള്ളൂ. കാരിസം വർക്ക് ചെയ്യാതെ കരിസ്മാറ്റിക് ഗ്രൂപ്പ് ഫോം ചെയ്താൽ ആ ഗ്രൂപ്പിൽ തമ്മിലടി ആയിരിക്കും. പിന്നെ വൈകിട്ടാകുമ്പോൾ കട്ടൻ ചായയും പരിപ്പോടെ ഉണ്ടാവും, അതുറപ്പാണ്. എല്ലാ കരിസ്മാറ്റിക് ഗ്രൂപ്പിനും പ്രത്യേകതയാണ്. 4 മണിക്ക് പ്രാർത്ഥന നടന്നാലും ഇല്ലെങ്കിലും, എന്തെല്ലാം സംഭവിച്ചാലും ഇല്ലെങ്കിലും 4 മണിക്ക് കട്ടൻ ചായയും പരിപ്പോടെ എത്തും. അവരതിലേ പിരിയുള്ളൂ. അങ്ങനെയാണ് അതിൻ്റെ ഒരു രീതി. ഞാനും കുറേ ഗ്രൂപ്പുകളിലുള്ളത് കൊണ്ട് പറഞ്ഞു. അപ്പോൾ അത് നിർബന്ധമായിട്ടും കിട്ടും. കാരിസം വർക്ക് ചെയ്യണം. കാരിസം വർക്ക് ചെയ്യാതെ നിങ്ങൾ കരിസ്മാറ്റിക് ഗ്രൂപ്പിലേക്ക് പോകരുത്. അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഭിന്നിപ്പിൻ്റെ അരൂപി അവിടെ പ്രവർത്തിക്കും. അപ്പോൾ കാരിസം നിങ്ങളിലേക്ക് കടന്നു വരണമെങ്കിൽ കിട്ടിയ കൃപ അനേകർക്ക് നിങ്ങൾ വിധിച്ചു കൊടുക്കണം. പ്രാർത്ഥിക്കാൻ തുടർച്ചയായി ജപമാല ചെല്ലാനൊരു കൃപയുണ്ട്. അനേക ആത്മാക്കൾക്ക് വേണ്ടി ആ കൃപ ഉപയോഗിക്കാം. തുടർച്ചയായി വചനം വായിക്കാൻ കൃപയുണ്ട്. അനേക ആത്മാക്കൾക്ക് വേണ്ടി കാഴ്ചവയ്ക്കുക. ബലിയർപ്പിക്കാൻ മുടങ്ങാതെ പോകാനുള്ള കൃപയുണ്ട്. അനേക ആത്മാക്കൾക്ക് വേണ്ടി ബലിയർപ്പിക്കുക. ശുദ്ധീകരണ സ്ഥലത്തിൽ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനൊരു കൃപ ലഭിച്ചിട്ടുണ്ട്. ആരും പോലും പ്രാർത്ഥിക്കാനില്ലാത്ത ആത്മാക്കൾക്ക് വേണ്ടി അത് ചെയ്യുക. അങ്ങനെ മറ്റുള്ളവർക്ക് വേണ്ടി നിങ്ങൾ ചെയ്യുന്നതെല്ലാം നിങ്ങളിൽ കാരിസം വർദ്ധിപ്പിക്കും. ഹല്ലേലൂയ. അങ്ങനെ വർദ്ധിക്കുന്ന നിങ്ങളിൽ കാരിസം യൂസ് ചെയ്ത് തുടങ്ങുമ്പോൾ നിങ്ങളുടെ മക്കളിൽ, കുടുംബത്തിൽ, വ്യക്തി ജീവിതത്തിൽ അതിൻ്റെ വ്യത്യാസം നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. ഹല്ലേലൂയ. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾക്ക് ആരോടെങ്കിലും എന്തെങ്കിലും വിരോധമുണ്ടെങ്കിൽ അത് ക്ഷമിക്കുവിൻ. അപ്പോൾ സ്വർഗത്തിലുള്ള നിങ്ങളുടെ പിതാവ് നിങ്ങളുടെ തെറ്റുകൾ ക്ഷമിക്കും. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഉള്ള വിരോധം, ഹല്ലേലൂയ, ഹല്ലേലൂയ, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾക്ക് ആരോടെങ്കിലും എന്തെങ്കിലും വിരോധമുണ്ടെങ്കിൽ, അതായത് പ്രാർത്ഥിക്കുമ്പോൾ വരുന്നത് ആദ്യം എന്താണെന്നുള്ളത് ഈശോ ക്ലിയറായിട്ട് പഠിപ്പിക്കുകയാണത്. നിങ്ങൾ വെറുപ്പ് വെച്ചുകൊണ്ട് പ്രാർത്ഥിക്കരുത് എന്ന് നമുക്കിതിനെ വായിക്കാം. ഒരു വശത്ത് വെറുപ്പ് വെച്ചുകൊണ്ട് പ്രാർത്ഥിക്കരുത് ഒറ്റ വാക്കിൽ നമുക്കിത് ചിന്തിക്കാം. ഓക്കെ, അതൊരു വശമാണ് ഈ വചനത്തിൻ്റെ. മറുവശമാണ് ഞാൻ പറയുന്നത്, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾക്കൊരു വെറുപ്പ്, ആരോടെങ്കിലും വിരോധം, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഉണ്ടാകുന്ന വിരോധത്തെക്കുറിച്ചാണ് ഈശോ പറയുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? ഇല്ല? ഓക്കെ, താങ്ക് യു. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഉള്ള വിരോധമുണ്ട്. വെറുപ്പിൽ നിന്ന് ടോട്ടലി ഡിഫറെൻ്റ് ആണ്. പ്രാർത്ഥിക്കുമ്പോഴുള്ള വിരോധത്തിൻ്റെ പ്രത്യേകത എന്താണ്? അസൂയ. ഹല്ലേലൂയ. ഇതാണ് പ്രാർത്ഥിക്കുന്ന വ്യക്തികളിൽ മാത്രം ഫോം ചെയ്യുന്നൊരവസ്ഥയെക്കുറിച്ച് ഈശോ പറയുന്നത്. ഈശോ ഇത് പറയുന്ന ആരോടാ?
ശിഷ്യന്മാരോട് പറയുന്നതാണ് ഈ ടോപ്പിക്ക്. അത്തിവൃക്ഷത്തെക്കുറിച്ച് ശിഷ്യന്മാരോട് പറയുമ്പോൾ അവർക്ക് കൊടുക്കുന്ന ലെസണാണ്. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോഴുള്ള വിരോധം അവരിൽ തന്നെയുണ്ട് ഭിന്നിപ്പുകൾ, കറുത്ത ശിഷ്യന്മാരിൽ. ഈ വിരോധം വെച്ചുകൊണ്ട്, അതായത് എതിർവശത്തുള്ള ക്യാരിസം കാണുമ്പോൾ കൂടെയുള്ളവരിലുള്ള കൃപയും അഭിഷേകവും എന്നേക്കാൾ നന്നായിട്ട് പ്രാർത്ഥിക്കുന്നത് കണ്ടുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ വിരോധം വരും. നിങ്ങളുടെ പ്രാർത്ഥനയെ തടസ്സപ്പെടുത്തുന്ന വിരോധം ഓൺ ടൈമാണത്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അത് ആഡ് ഓൺ സ്പിരിറ്റാണ്. നിങ്ങൾക്ക് മുൻപേ ഉള്ള വിരോധം, അത് ഈശോ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. നിനക്ക് ബലിയർപ്പിക്കാൻ പോകുമ്പോൾ നിനക്ക് ആരോടെങ്കിലും വിരോധം ഉണ്ടെങ്കിൽ ബലിവസ്തു അവിടെ വെച്ചിട്ട് പോയി ക്ഷമിക്കാൻ പറയുന്നുണ്ട്. അത് വേറെ, അതല്ല ഇത്. പ്രാർത്ഥിക്കുമ്പോൾ ഫോം ചെയ്യപ്പെടുന്നതാണ് യഥാർത്ഥ വിരോധം. അതാണ് നിന്നിലുള്ള കൃപയെ നശിപ്പിക്കുന്നത്. അതാണ് നിൻ്റെ ഉള്ളിൽ വെറുപ്പുണ്ട്, നീ പ്രാർത്ഥിച്ചാലും ആ വെറുപ്പുള്ളിലിരിക്കുമ്പോൾ അത് നിന്നെ തന്നെയാണ്. ഫിസിക്കലി നിനക്കത് ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ടെങ്കിൽ കൃപ അത് നശിക്കുന്നത് ഇതില്ല. നീ പ്രാർത്ഥിക്കുമ്പോൾ വിരോധം വരും. ആ ഓൺ ടൈം അറൈവൽ, ആ ഒരു സമയമുണ്ട് പ്രിയപ്പെട്ടവരെ. ആ സമയത്ത് ഇത് ഇറങ്ങി വരും. നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇങ്ങനെ നോക്കും. ഗ്രൂപ്പ് പ്രയർ നടക്കുന്നതിൽ നിങ്ങൾക്ക് മനസ്സിലാവും. പ്രാർത്ഥന ഇങ്ങനെയും കണ്ണ് ഇവിടെയായിരിക്കും. ഇത് നല്ല ഭംഗിയാണ് അവരുടെ ആക്ഷനെ കാണാനായിട്ട്. അതങ്ങനെ ഒരു രീതിയുണ്ട്. ഒരെണ്ണം നല്ല രീതിയിൽ പ്രാർത്ഥിക്കുന്നത് കണ്ടാൽ. പിന്നെ മറ്റൊരു രീതിയുണ്ട്, ഈ മധ്യസ്ഥ പ്രാർത്ഥന കൂട്ടായ്മയുടെ ഒരു രീതിയാണ്. എല്ലാവരെയും മുട്ടുകുത്തി നിർത്തിയിട്ട് ജപമാല ചൊല്ലും. സമർപ്പിക്കുന്ന ആളെ എഴുന്നേറ്റ് എന്നിട്ട് സമർപ്പിക്കാൻ തുടങ്ങും. ഹല്ലേലൂയ. അപ്പോൾ നീട്ടിപ്പിടിച്ചൊരു സമർപ്പണമാണ്. നീട്ടിപ്പിടിച്ചൊരു സമർപ്പണം എന്ന് പറഞ്ഞാൽ ഈ മുട്ട് നിൽക്കുന്നവൻ സമർപ്പിക്കുന്നവനെ പ്രാകും. കാരണം ഈ രഹസ്യം, ഈ സമർപ്പണം കഴിഞ്ഞിട്ട് വേണം രഹസ്യം ചൊല്ലി തുടങ്ങാൻ. അത് കാരണം സമർപ്പിക്കുന്നവൻ എന്തെടുക്കും? എഴുന്നേറ്റ് നിന്നിട്ട് സമർപ്പിക്കാൻ തുടങ്ങും. കർത്താവേ, ലോകം മുഴുവനുമുള്ള സകല പാപികളെ ഇതിങ്ങനെ തുടങ്ങുക. പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളിലുണ്ടാകാനുള്ള വിരോധമുണ്ട്. അത് നിങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ പ്രാർത്ഥനയെ തടസ്സപ്പെടുത്തുന്ന അരൂപി പ്രാർത്ഥനയിലൂടെ തന്നെ വരും. ജലസി. അത് നിങ്ങളിൽ മറ്റൊരാൾക്ക് നിങ്ങളോട് തോന്നുന്നതും നിങ്ങൾക്ക് മറ്റൊരാളോട് തോന്നുന്നതും ഒഴിഞ്ഞു മാറാനുള്ളൊരു മനസ്സുണ്ടാവണം. പ്രാർത്ഥനകളിൽ മാറിക്കൊടുക്കണം. നേതൃത്വം സ്വീകരിക്കരുത്. മാറിക്കൊടുക്കുക. ആരെങ്കിലും ചെയ്തോട്ടെ എന്ന് വെക്കാനുള്ള മനസ്സുണ്ടോ? ആ മനസ്സുള്ളവനെ കർത്താവ് അനുഗ്രഹിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആ മനസ്സുള്ളവനെ കർത്താവ് അനുഗ്രഹിക്കും. വിട്ടുകൊടുത്താൽ മതി. ഈശോയുടെ നാമത്തിൽ അത് അവർ ചെയ്തോട്ടെ, ഞാൻ മാറിക്കൊടുക്കാം. നിനക്ക് വേറെ വഴി കർത്താവ് ഒരുക്കി തരും. വേറെ വഴി ഈശോ നിനക്ക് ഒരുക്കി തരും. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രാർത്ഥിക്കാൻ ശുശ്രൂഷ ജീവിതത്തിലേക്ക് ഇറങ്ങുമ്പോൾ വരുന്ന കല്ലുകടികളാണ് ഏറ്റവും കൂടുതൽ. എനിക്ക് ആദ്യത്തെ ശുശ്രൂഷ ചെയ്തപ്പോൾ ശുശ്രൂഷ നടത്തിയ സ്ഥലത്തെന്ന് പറഞ്ഞ് കരണ്ട് തരാൻ പറ്റില്ലെന്ന്. മൈക്കൊക്കെ ഉപയോഗിക്കാം, കരണ്ട് തരാൻ പറ്റില്ല. ഞങ്ങൾ തന്നെ 3-4 പേര് കുറച്ച് പിരിവൊക്കെ ഇട്ട് ജനറേറ്റർ എടുത്ത് വാടകയ്ക്ക് എടുത്തിട്ട് ജനറേറ്റർ വഴി മൈക്ക് സിസ്റ്റം സ്പീക്കറെല്ലാം ഞങ്ങൾ തന്നെ കൊണ്ടുവന്നു. ഞങ്ങളുടെ കയ്യിലെ കാശ് മുടക്കിയിട്ട് ഇരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ ജനറേറ്ററിനകത്ത് ഡീസൽ ഒഴിക്കുന്ന ക്യാപ്പ് തുറന്നിട്ട് അതിൻ്റെ അകത്ത് ആരോ കൊണ്ടുവന്നിട്ട് മണ്ണ് വാരി പൊത്തി നിറച്ചിട്ട് ശുശ്രൂഷ തടസ്സപ്പെടുത്തിയതാണ്. അന്ന് ഇട്ടിട്ട് പോരേണ്ടതാണ് ഇത്. വീണ്ടും ശുശ്രൂഷയ്ക്ക് ഇറങ്ങി. അവിടെയെല്ലാം ഞങ്ങൾക്ക് എതിരാണ് വന്നതെല്ലാം എതിരാണ്. ഫറവോയുടെ ഹൃദയം കഠിനമാക്കിയതും കർത്താവാണ്. ഇസ്രായേൽ ജനത്തെ നയിച്ചതും കർത്താവായിരിക്കും. നിങ്ങൾ പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോൾ നിങ്ങളുടെ കുടുംബത്തിൽ അസ്വസ്ഥതകളും ഈശോ തരും. പ്രാർത്ഥിക്കുന്ന നിങ്ങളിൽ അഭിഷേകവും ഈശോ തന്നെ തരും. പുറകോട്ട് ചിന്തിക്കരുത്. രണ്ടും ഈശോ തന്നെ തരും. അതുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ എല്ലാം ഓക്കെ അല്ല ആകുന്നത്. പ്രാർത്ഥനയിൽ ആത്മാർത്ഥതയുണ്ടെങ്കിൽ തടസ്സങ്ങൾ വരും. പ്രാർത്ഥന ദൈവം സ്വീകരിക്കുന്നുണ്ടെങ്കിൽ തടസ്സങ്ങളെ വരുള്ളൂ. എല്ലാം സ്മൂത്ത് ആവില്ല. ഹല്ലേലൂയ. അതുകൊണ്ട് ഈശോ പറഞ്ഞത്, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾക്ക് ആരോടെങ്കിലും എന്തെങ്കിലും വിരോധമുണ്ടെങ്കിൽ അത് ക്ഷമിക്കണം. ആ സമയത്ത് അത് ക്ഷമിച്ച് അനുരഞ്ജനപ്പെടാനുള്ള കൃപ നിങ്ങൾ ചോദിക്കണം. ആ സമയത്തേക്ക് പ്രാർത്ഥിക്കുമ്പോൾ എങ്ങനെ നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഈശോ പറയുന്നു, അപ്പോൾ ആ സമയത്ത് സ്വർഗത്തിലുള്ള നിങ്ങളുടെ പിതാവ് നിങ്ങളുടെ തെറ്റുകൾ ക്ഷമിക്കും. എപ്പോഴാണ്? അപ്പോൾ ആ സമയത്ത്, ആ പ്രാർത്ഥിക്കുന്ന സമയത്ത് ക്ഷമിക്കപ്പെടും. അതായത് പ്രാർത്ഥനയിലേക്ക് എനിക്ക് മുന്നിട്ടിറങ്ങാൻ എന്നിൽ കുറേ അയോഗ്യതകളുള്ളത്
എൻ്റെ അസൂയയും ബാക്കിയുള്ള സ്വാർത്ഥമോഹങ്ങളും ഞാൻ മാറ്റിവെക്കുമ്പോൾ ആ സ്പോട്ടിൽ എൻ്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെടുന്നുണ്ട്. പ്രാർത്ഥിക്കാനുള്ള തുറവി എൻ്റെ തമ്പുരാൻ എനിക്ക് തരും. ഹല്ലേലൂയ. നമുക്ക് ആർക്കും പ്രാർത്ഥിക്കാനുള്ള യോഗ്യതയുള്ള മനുഷ്യരാരും ഭൂമിയിലില്ല. ദൈവത്തിൻ്റെ കരുണയാലും ആ യോഗ്യത അവൻ തന്നത് അവൻ്റെ പീഡാസഹനത്തിൽ നിന്നുകൊണ്ട് പ്രാർത്ഥിക്കാൻ. അവൻ വന്നു, പീഡകൾ സഹിച്ചു, മനുഷ്യരൂപം സ്വീകരിച്ചു, പാപമൊഴികെ ബാക്കി എല്ലാത്തിലും മനുഷ്യനെ പോലെ അവൻ ജീവിച്ച് അവൻ മരിച്ചു, അടക്കപ്പെട്ടു. ഇതാണ് നമ്മുടെ യോഗ്യത. ക്രിസ്തു മനുഷ്യനായത് നമുക്ക് വേണ്ടിയാണ്. കാരണം അല്ലെങ്കിൽ നമുക്ക് പ്രാർത്ഥിക്കാനായിട്ട് മറ്റ് യോഗ്യതയില്ല. ദൈവത്തിൻ്റെ വചനം അതരത്തിൽ ഉച്ചരിക്കണമെങ്കിൽ യോഗ്യതയില്ല. ആ യോഗ്യതയിലേക്ക് നമ്മളെ കർത്താവ് എത്തിക്കുന്നതാണ് പ്രിയപ്പെട്ട ദൈവജനമേ യഥാർത്ഥമായ ആരാധനയാകുന്ന പ്രാർത്ഥന. ഹല്ലേലൂയ. അഭിഷേകത്തോടെ ഹല്ലേലൂയ, വിശ്വാസത്തോടെ ഹല്ലേലൂയ, പ്രത്യാശയോടെ ഹല്ലേലൂയ. ഇവിടെ ഈശോ നമ്മുടെ നിരവധിയായിട്ടുള്ള പാപങ്ങൾ ക്ഷമിക്കാൻ ഈ രീതിയിലുള്ള പ്രാർത്ഥന, വിട്ടുകൊടുത്തുകൊണ്ടുള്ള പ്രാർത്ഥനയ്ക്ക് കർത്താവ് പ്രയോജനം തരും. ആമേൻ. നമുക്ക് എഴുന്നേറ്റിരിക്കാം. ഒരു 5-10 മിനിറ്റ് ബ്രേക്കാണ്. നിങ്ങളൊന്ന് മുഖമൊക്കെ കഴുകി വെള്ളമൊക്കെ കുടിച്ച് ഫ്രഷായിട്ടൊന്ന് തിരിച്ചു വരും. ഒന്ന് എഴുന്നേറ്റ് നിൽക്കാവോ?